ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. സ്വർഗരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും അതിൽ പ്രവേശിക്കുകയില്ല. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നീതിമാനുമായ കർത്താവേ, സ്വർഗീയനാഥ, അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തെ ഓർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധന അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ്യ ക്രിസ്തീയ വിദ്യാഭ്യാസപരമായി ഈ ആഴ്ചവട്ടത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ സഭാവാർഷികാഘോഷങ്ങളുമായി ദൈവത്തെ സ്തുതിക്കുവാൻ, ഇന്നത്തെ ദിവസം നവീകരണ ഞായറായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ അവിടുന്ന് സഹായിച്ചിരിക്കാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ആരാധനയുടെ മഹത്വം അവിടുന്ന് സ്വീകരിക്കണമേ. പ്രിയ കുഞ്ഞുങ്ങളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിവിധമായ ശുശ്രൂഷകൾ ദൈവത്തിന് പ്രസാദകരമാകുവാൻ, ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമാകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന പ്രിയ മകളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കണമേ. ആദ്യോടന്തം അവിടുത്തെ കൃപ പകരണമേ. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നാം നിൽക്കുമ്പോൾ തന്നെ ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 492 ഗാനം കൊയറിനോട് ചേർന്ന് പാടാം. ക്രിസ്തീയ വിദ്യാഭ്യാസപരമായ ഇന്നു മുതലുള്ള ഈ ദിവസങ്ങൾ ആയതിനാൽ ഇന്നത്തെ ആരാധനയിലെ തുടർഭാഗങ്ങൾ കുഞ്ഞുങ്ങൾ കൂടെ നേതൃത്വം നൽകുന്നതായിരിക്കും. സ്തുതിലിത്താണികൾ ആരാധനക്രമം 6-ാം പുറം 4-ാം ഭാഗം. വരുവിൻ നാം യഹോവയ്ക്കുള്ള ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് അർപ്പെടുക. നാം സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധി ചെല്ലുക. യഹോവ മഹാദേവമല്ലോ, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവിടുത്തെ കയ്യിൽ ആകുന്നു. സമുദ്രം അവിടത്തേത്, അവിടുന്ന് അതിനെ ഉണ്ടാക്കി. വരുവിൻ നാം വണങ്ങി നമസ്കരിക്കാം, നമുക്ക് ചേർന്ന് വായിക്കാം. അവിടുന്ന് നമുക്ക് ഇസ്രായേലെ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുവൻ.
നമുക്കിപ്പോൾ മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ നമ്മുടെ കുറവുകളെയും വീഴ്ചകളെയും പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോൽ വെളുപ്പിക്കുന്ന ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആരാധനക്രമം 10-ാം പുറത്തിൽ കാണുന്ന പാപസ്വീകാര പ്രാർത്ഥന ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പാപക്ഷമയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സത്യമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞവരോടുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവിടെ നിന്ന് നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കുമേ ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ ദയ തൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ലംഘനങ്ങൾ നമ്മോട് അകറ്റിയിരിക്കുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമേൻ. ആരാധനക്രമം 14-ാം പുറത്തിലെ പൊതുവായ സ്തോത്രം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള ദൈവമേ, മഹാകരുണയുള്ള പിതാവേ, അങ്ങയുടെ അയോഗ്യദാസരായ ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനയവും മനപൂർവമായ സ്തോത്രവും ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാത്തിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ലോകത്തെ വീണ്ടെടുത്ത അവിടുത്തെ വിലമറിച്ചുകൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയുള്ളതായി തീരേണ്ടതിന് അങ്ങയെ സേവിക്കുന്നതിനും ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും കൂടെ അങ്ങയുടെ മുമ്പായി നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങളുടെ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ ജീവിതം കൊണ്ടും അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കരുണകളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലവാസനും കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ക്രിസ്ത്യ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 499-ാമത്തെ ഗാനം, ബാലപ്രിയ യേശുവെ ബാലരായ ഞങ്ങളെ പ്രീതിയോടെ കേൾക്കുക എന്ന് തുടങ്ങുന്ന 499-ാമത്തെ ഗീതം എല്ലാവർക്കും എഴുന്നേറ്റ് എന്ന് പാടാം. Yeah.
സങ്കീർത്തനം 109 21 മുതൽ 31 വരെ നമുക്ക് വാക്യപ്രതി വാക്യമായി വായിക്കാം. സങ്കീർത്തനം 109 21 മുതൽ 31 വരെ. നീയോ കർത്താവായ യഹോവേ, നിന്റെ നാമത്തിനടുത്ത വണ്ണം എന്നോട് ചെയ്യണമേ. നിന്റെ ദയ നല്ലതാകുക കൊണ്ട് എന്നെ വിടുവിക്കണമേ. അനിഷ്ടമാകുന്നു, എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ മുറിഞ്ഞിരിക്കുന്നു. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. ഒരു വെട്ടുക്കിളിയെപ്പോലെ എന്നെ ചാടിക്കുന്നു. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു. എൻ്റെ ദേഹം പുഷ്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് ഒരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ തക്കോണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിന്റെ കൈ എന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടതിനു തന്നെ. അവർ ശപിക്കട്ടെ, നീയും അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ, അടിയന് സന്തോഷിക്കുന്നു. എൻ്റെ എതിരാളികൾ നിന്ന ധരിക്കും, പുതപ്പ് പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നുണ്ട്. പേജിലെ 10 കൽപ്പനകൾ. നമ്മുടെ ദൈവമായ കർത്താവ് പണ്ട് തൻ്റെ ജനങ്ങൾക്ക് താഴെ വരുന്ന കൽപ്പനകൾ കൊടുത്തു പറഞ്ഞതെന്തെന്നാൽ, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. എൻ്റെ മുമ്പാകെ അന്യദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. നിനക്കായി ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നീ അതിനെ കുമ്പിടുമെങ്കിലും അതിനെ സേവിക്കുകയെങ്കിലും അരുത്. നീ നിന്റെ ദൈവമായ യഹോവയുടെ നാമം എടുക്കരുത്. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലൊക്കെയും ചെയ്യുക. എന്നാൽ ശബ്ദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. നിന്റെ പിതാവിനെയും നിന്റെ മാതാവിനെയും ബഹുമാനിക്കുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മോഹിക്കരുത്. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. കൽപ്പനകളുടെ ചുരുക്കം. കർത്താവായ യേശു തൻ്റെ ഉപദേശത്തിൽ അരുളി ചെയ്തത് എന്തെന്നാൽ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നത് മുഖ്യ കൽപ്പനയാകുന്നു. രണ്ടാമത്തേത് കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്നത്രേ. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണമെന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ദൈവമേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കണമേ. ആമേൻ. ആരാധനാക്രമത്തിൽ 22-ാം പുറത്തിലുള്ള സ്നേഹവചനങ്ങൾ ഒരുമിച്ച് ചൊല്ലാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ചിലമുള്ള കൈത്തളമോ അത്രേ. എനിക്ക് പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർശിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം ഓർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. സ്നേഹവാനായ കർത്താവേ, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ വസിക്കാൻ നിങ്ങൾക്ക് കൃപ പകരണമേ. ആമേൻ. ആരാധനക്രമം 22
72-ാം പുറത്തിൽ കാണുന്ന അപ്പോസ്തല വിശ്വാസ പ്രമാണം എല്ലാവർക്കും ചേർന്നിട്ടില്ല. സർവശക്തിയും പിതാവുമായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയത്തിൽ പ്രചരിച്ചു മരിച്ചടക്കപ്പെട്ടു. അവിടെ നിന്ന് മരിച്ചതിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് സർവശക്തിയിരിക്കുന്നു. അവിടെ എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വായിക്കുവാനായി തന്നിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ആവർത്തന പുസ്തകം 26-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 4 മുതൽ 11 വരെ. പുരോഹിതൻ ആ കുട്ട നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വയ്ക്കണം. പിന്നെ നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പ്രസ്താവിക്കേണ്ടത് എന്തെന്നാൽ, എൻ്റെ പിതാവ് ദേശാന്തരിയായൊരു അരാമ്യനായിരുന്നു. ചുരുക്കം പേരോട് കൂടി അവൻ മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു പരദേശിയായി പാർത്തു. അവിടെ വലിപ്പവും ബലവും പെരുപ്പവുമുള്ള ജനമായി തീർന്നു. എന്നാൽ മിസ്രൈമ്യർ ഞങ്ങളോട് തിന്മ ചെയ്ത് ഞങ്ങളെ പീഡിപ്പിച്ചു, ഞങ്ങളെക്കൊണ്ട് കഠിനവേല ചെയ്യിച്ചു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിലവിളിച്ചു. യഹോവ ഞങ്ങളുടെ നിലവിളി കേട്ടു, ഞങ്ങളുടെ കഷ്ടതയും പ്രയാസവും ഞെരുക്കവും കണ്ടു. യഹോവ ബലമുള്ള കയ്യാലും നീട്ടിയ ഭുജത്താലും മഹാഭയങ്കര പ്രവൃത്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും കൂടെ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. പാലും തേനും ഒഴുകുന്ന ഈ ദേശം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതാ യഹോവേ, നീ എനിക്ക് തന്നിട്ടുള്ള നിലത്തിലെ ആദ്യ ഫലം ഞാനിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നെ നീ അത് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വച്ച് നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നമസ്കരിക്കണം. നിൻ്റെ ദൈവമായ യഹോവ നിനക്കും നിൻ്റെ കുടുംബത്തിനും തന്നിട്ടുള്ള എല്ലാ നന്മയിലും നീയും ലേവ്യനും നിങ്ങളുടെ മധ്യേയുള്ള പരദേശിയും സന്തോഷിക്കണം. വായിക്കുവാനായി നൽകിയിരിക്കുന്ന ലേഖന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 2-ാം അധ്യായം 43 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. വായിക്കുവാനായി നൽകിയിരിക്കുന്ന സുവിശേഷ വേദഭാഗം ലൂക്കോസ് 11-ാം അധ്യായം 5 മുതൽ 13 വരെ. ലൂക്കോസ് 11-ാം അധ്യായം 5 മുതൽ 13 വരെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരയണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതും ഇല്ല എന്നവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും
അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായി നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മുഴങ്കാലോട് മുടക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. എല്ലാവർക്കും ഒരു നിമിഷം തലകൾ വണക്കി പ്രാർത്ഥിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര വിശ്വസ്തൻ, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, പിതാവേ, അടിയങ്ങൾക്ക് കർത്താവെ ഒരു ഞായറാഴ്ച കൂടി കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, അങ്ങേ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ പിതാവെ ഒരിക്കൽ കൂടി അവസരം നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ക്രിസ്തീയ വിദ്യാഭ്യാസവാരമായി ആചരിക്കുന്ന ഈ വേളയിൽ പിതാവെ പല ഭവനങ്ങളിൽ പല സാഹചര്യങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ, കർത്താവ് ഒന്നിച്ച് അങ്ങേ ആരാധിപ്പാൻ പിതാവ് ഒരിക്കൽ കൂടി അവസരം നൽകിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ സമയത്ത് പിതാവെ കോവിഡ് എന്ന മഹാവ്യാധി ലോകമെമ്പാടും കർത്താവെ വ്യാപിച്ചിരിക്കുമ്പോൾ കർത്താവെ അതിനെയോർത്ത് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ ഈ ദേശത്ത് നിന്ന് കർത്താവെ ആ മഹാവ്യാധി അവിടെ നിന്ന് തുടച്ച് നീക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അവിടെ നിന്ന് പറഞ്ഞുവല്ലോ, ഞാൻ നിന്നെ വചനമയച്ച് സൗഖ്യമാക്കാമെന്ന്. കർത്താവെ അപ്രകാരം തന്നെ കർത്താവെ ആ വ്യാധി ഈ ദേശത്ത് നിന്ന് തുടച്ച് നീക്കപ്പെടുവാൻ കർത്താവെ അതുമൂലം ആർക്കും ഒരു ദോഷം ഉണ്ടാകാതെ വേണം കർത്താവെ അവിടെ നിന്ന് കാത്ത് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ ഈ സമയം കർത്താവെ പലവിധമായ രോഗങ്ങളാൽ കർത്താവെ മാരവ്യാധികളായിട്ട് കർത്താവെ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വളരെ വേദനയോടെ ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിയുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവെ അവിടെ വചനപ്രകാരം തന്നെ പിതാവെ ഓരോ മക്കൾക്കും അവിടെ നിന്ന് അത്ഭുതമാർന്ന വിടുതൽ അയക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവെ ഓരോ മക്കളുടെ മേലും അവിടുത്തെ വചനം അയച്ച് കർത്താവെ അവിടെ നിന്ന് സൗഖ്യം പകർന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ അപ്പ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട് കർത്താവെ നശിച്ചു കൊണ്ടിരിക്കുന്ന തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്നു. പിതാവെ അപ്പ ഓരോ മക്കളും കർത്താവ് യഥാർത്ഥമായ ദൈവത്തെ അറിഞ്ഞ് അപ്പ അവിടുത്തെ വചനത്തിൽ വേരൊന്ന് ജീവിപ്പാൻ ഓരോ മക്കളെ അവിടെ നിന്ന് കൃപ നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മദ്യത്തിന് മയക്കുന്ന അടിമപ്പെട്ട് കഴിയുന്ന മക്കളെ കർത്താവ് അവിടെ നിന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പ അവിടുത്തെ വചനത്തിൽ വേരൊന്ന് ജീവിപ്പാൻ കർത്താവെ അവിടെ നിന്ന് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവെ ഈ ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരു അനുകൂലമായ കാലാവസ്ഥ നൽകി അനുഗ്രഹിക്കുന്നു.
അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ, ഈ സഭ അവിടുന്ന് കരങ്ങളിലേക്ക് തരുന്നു പിതാവേ. ഓരോ കുടുംബത്തെയും അപ്പൻ്റെ പൊന്നു കരങ്ങളിലേക്ക് തരുന്നു അപ്പച്ച. കർത്താവെ, ഈ ലോകത്തിലെ കഷ്ടതകളിലെ രോഗങ്ങളിലെ പ്രതികൂലങ്ങൾ വീഴാതെ വേണം അപ്പം അങ്ങ് കാൽവരിയിൽ ചൊരുന്ന രക്തത്താൽ ഓരോ ഭവനത്തെയും ഓരോ മക്കളെയും അങ്ങ് മുദ്രയിട്ട് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ. അവർ എന്താവശ്യത്തോടെയാണോ അങ്ങയുടെ സന്നിധിയിൽ യാചനയായി നിൽക്കുന്നത് കർത്താവെ, അവിടെ നിന്ന് അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും യാചനകളും അവിടെ നിന്ന് ചെവിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടുത്തെ സന്നിധിയിലെത്തുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോ കണ്ണുനീരിനും പ്രതിഫലം നൽകുന്ന കർത്താവിൻ്റെ സാന്നിധ്യം പിതാവെ ഓരോ മക്കളും അനുഭവിച്ചറിയുവാൻ കർത്താവ് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് അടിയുടെ സൺഡേ സ്കൂൾ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു പിതാവേ. ഓരോ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും അധ്യാപകരെ അപ്പൻ്റെ പൊന്നു കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവേ. കർത്താവെ, അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യവന തലമുറ ഞങ്ങളുടെ കരങ്ങളിലേക്ക് തരുന്നു പിതാവേ. അപ്പോൾ ഈ ലോകത്തിൻ്റെ തിന്മകൾ വീഴാതെ വേണം കർത്താവ് എല്ലാവരും അപ്പൻ്റെ കരങ്ങളിൽ തന്നെ വഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. യവന തലമുറ കർത്താവെ, ഒരു മക്കൾ പോലും നശിച്ചു പോകാതെ കർത്താവെ അങ്ങയുടെ വചനത്തിൽ വേരൂന്നി യഥാർത്ഥമായ കർത്താവെ അങ്ങയുടെ വചനത്തിൽ വേരൂന്നി യഥാർത്ഥമായ പാതയിൽ ജീവിപ്പാൻ അവിടെ നിന്ന് കൃപ നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മറ്റ് പലവിധമായ ആവശ്യത്താൽ അപ്പോൾ അവിടെ സന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുന്ന എല്ലാവരെയും അങ്ങ് കരങ്ങളിലേക്ക് തരുന്നു പിതാവേ. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ, അവിടെ നിന്ന് അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ, അനാഥരായി വിധവമാരായി വാർദ്ധക്യത്തിലായി കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അപ്പാ. അവിടെ സ്വർഗീയ സമാധാനത്താൽ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അവിടെ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. കർത്താവെ, ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഭരണപക്ഷത്തെ എല്ലാം അങ്ങ് കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഈ സഭ നയിക്കുന്ന ശുശ്രൂഷകനെയും കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പാ. അവിടുന്ന് ശക്തിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. കർത്താവെ, ഇന്ന് വചനം സംസാരിക്കുന്ന പ്രിയമകളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പാ. കർത്താവെ, ജനങ്ങൾക്കാവശ്യമായ ദൈവിക ദൂത് അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കടന്നു വരാൻ കഴിയാതെ ഭവനങ്ങളിലായി രോഗികളായി മറ്റ് ഭാരത്താലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു പിതാവെ. അടുത്ത ആഴ്ച കൂടി വരുവോളം അപ്പൻ്റെ പൊന്നു കൃപ കൂടെ ഇരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഈ കർത്താവെ, ഈ സഭ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പാ. കർത്താവെ, ഈ ദേശത്തിനൊരു വിളക്കായി ശോഭിപ്പാൻ കർത്താവെ കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. സഭയുടെ പണികളപ്പാ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പിതാവെ. കർത്താവെ, അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിപ്പാനുള്ള എല്ലാ മുഖാന്തരത്തെയും അവിടെ നിന്ന് ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശേഷിച്ച സമയം അടിങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം ദൈവമുള്ള പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകലദുഷ്ടം വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ഒക്ടോബർ മാസം 31-ാം തീയതി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ലഭ്യമായിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, ഇന്നത്തെ ദിവസം ഒരു നവീകരണ ഞായറാണ്. റിഫർമേഷൻ സൺഡേ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഒക്ടോബർ മാസം 31 ആ ദിവസവും. 16-ാം നൂറ്റാണ്ടിൽ 1516 ഒക്ടോബർ 31 മാർട്ടിൻ ലൂതർ എന്ന പുരോഹിതൻ ജർമ്മനിയിലെ വിറ്റൻബർഗ് ദേവാലയത്തിൽ അന്ന് സഭകളിൽ നിന്നിരുന്ന വിശ്വാസപരമായും ആചാരപരമായും ദൈവശാസ്ത്രപരമായിട്ടുള്ള തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുകയും തൻ്റെ 99 സിദ്ധാന്തങ്ങൾ പ്രസിദ്ധീകരിച്ചു. സഭയെ ചോദ്യം ചെയ്തു. സഭയുടെ തിന്മകൾക്കെതിരെ നിന്നു. ആ ദിവസം നവീകരണ ദിനത്തിൻ്റെ തുടക്കമായിട്ടാണ് കാണുന്നത്. അതിനെ തുടർന്നുള്ള ഒരുപാട് വ്യത്യസ്തമായ ചർച്ചകളുടെയും, സമരങ്ങളല്ല, ചർച്ചകളുടെയും ആശയ സംവാദങ്ങളുടെയും പൊളിച്ചെഴുത്തുകളുടെയൊക്കെ പരിണിത ഫലമാണ് തുടർന്ന് വന്ന വിവിധ സഭാവിഭാഗങ്ങളും പ്രൊട്ടസ്റ്റൻ്റ് സഭ എന്നറിയപ്പെടുന്ന മറ്റനേകം സഭാവിഭാഗങ്ങൾ. അതിൻ്റെ ഒടുവിലത്തെ ഒരു ഐക്യസഭയുടെ കണ്ണിയാണ് CSI സഭയായ നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ അത് സുവിശേഷ പ്രവർത്തനമായും ഭക്തിപ്രസ്ഥാനമായും നവീകരണമായുമൊക്കെ ക്രിസ്തീയ ഗോളത്തിൽ മാറുകയും
അത് ഇന്ന് വളരെയധികം നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ 504-ാമത്തെ വർഷമാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഈ ദിവസത്തെ ഓർത്തും നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. പ്രൊട്ടസ്റ്റൻ്റ് സഭയുടെ ഭാഗമായ CSI സഭയായ നമുക്കും ഈ ദിവസത്തെ ഓർത്ത് നന്ദി അർപ്പിച്ചുകൊണ്ട് മാർട്ടിൻ ലൂതറിനെയും നമുക്ക് ഓർത്ത് നമ്മെ തന്നെ നവീകരിക്കുന്ന ഒരു ദിവസമായി, ഒരു ഞായറാഴ്ചയായി ഇന്ന് നമുക്ക് മാറട്ടെ. മറ്റൊരു പ്രത്യേകത, എല്ലാ വർഷവും നവംബർ 1-ാമത്തെ ഞായറിന് മുമ്പിലുള്ള ആഴ്ചവട്ടം നമ്മൾ ക്രിസ്തീയ വിദ്യാഭ്യാസ വാരമായിട്ടാണ് ആചരിക്കുന്നത്. ക്രിസ്തീയ വിദ്യാഭ്യാസ വാരം നാം ആചരിക്കുമ്പോൾ വചനത്തിനാണ് ഏറ്റവും പ്രാധാന്യം. എപ്പോഴും അങ്ങനെ തന്നെയാണ്, വചനത്തിന് പ്രാധാന്യം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേദപഠനം, സൺഡേ സ്കൂളിലൂടെയുള്ള വിദ്യാഭ്യാസം, ചൈൽഡ് മിനിസ്ട്രിയിലൂടെയുള്ള വിദ്യാഭ്യാസം, VBS മിനിസ്ട്രിയിലൂടെയുള്ള ബൈബിൾ പഠനം, ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിലാണ് ക്രിസ്തീയ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ മഹായിടവിൽ അങ്ങോളം ഇങ്ങോളം വചന പഠന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം, കോവിഡിൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് അതിന് ഒരുപാട് പരിമിതികൾ വന്നു. എങ്കിൽ തന്നെയും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം നമുക്ക് ഇത്രയധികം സൗഹാർദ്ദപരമായി ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം അവസരം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഇന്നത്തെ ആരാധനയിൽ നമ്മളെ കുട്ടികളാണ് ആരാധനയിലെ മിക്ക ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നമുക്കറിയാം, വരുന്ന ആഴ്ചവട്ടം നമ്മുടെ സഭാ വാർഷിക ആഴ്ചവട്ടമായതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ കൂടുതൽ പ്രോഗ്രാംസ് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ഇന്നത്തെ ദിവസം ക്രിസ്തീയ വിദ്യാഭ്യാസ ഞായറായിട്ട് തന്നെ നമ്മൾ ആചരിക്കുകയാണ്. ഈ ആഴ്ചയിൽ ഈ ആരാധനകളും ഭവനാരാധനകളും മറ്റ് വിവിധ പ്രോഗ്രാമുകളുമായിട്ട് ഈ ഇന്നും നാളെയും അടുത്ത ഞായറാഴ്ചയൊക്കെ ആയിട്ട് വിവിധ പ്രോഗ്രാമുകൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ 2021 വർഷത്തെ ക്രിസ്തീയ വിദ്യാഭ്യാസ വാര പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തീയ വിദ്യാഭ്യാസ വാര പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഈ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്രിസ്തീയ വിദ്യാഭ്യാസ വാരത്തിൻ്റെ ഈ തുടക്ക ദിവസം, ഈ ഞായറാഴ്ച ദിവസം ഇന്ന് നമ്മുടെ മധ്യത്തിൽ പ്രത്യേക സന്ദേശം നൽകുവാനായിട്ട് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിത്വത്തെയാണ് പ്രത്യേകമായി ഇന്ന് ഈ ആരാധനയിലേക്ക് നമ്മൾ ക്ഷണിച്ചത്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വ്യക്തിത്വമാണ്. ബാലരാമപുരം CSI ഇടവകയിലെ അംഗമായിരിക്കുന്ന മിസ്സസ് റീതു അലക്സ് ആണ് ഇന്ന് നമ്മുടെ മധ്യയായിരിക്കുന്നത്. റീതു അലക്സ് അവരുടെ ജീവിതത്തെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചും സാക്ഷ്യത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തിൽ വന്ന നന്മകളെക്കുറിച്ചുമൊക്കെ തൻ്റെ വചന ശുശ്രൂഷയിലൂടെയും സാക്ഷ്യത്തിലൂടെയും നമ്മോട് അറിയിക്കും. നമുക്കറിയാം, വിദ്യാഭ്യാസ മേഖല ഇന്ന് വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ക്രിസ്തീയ വിദ്യാഭ്യാസമായാലും സെക്കുലർ വിദ്യാഭ്യാസമായാലും അതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതിന് സംശയമല്ല. ഇന്ന് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഉന്നത തലങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, സിവിൽ സർവീസ് റിസൾട്ട് വന്നപ്പോഴും KAS-ൻ്റെ റിസൾട്ട് വന്നപ്പോഴും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ട നമ്മുടെ സഭകളിൽപ്പെട്ട കുട്ടികൾ മുൻനിരയിലെത്തുവാനിടയായി. അതുപോലെ തന്നെയാണ് മിസ്സസ് റീതു അലക്സ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്കൽ സയൻസിൽ M.Ed.ന് 1ാം സ്ഥാനം 1ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരുപാട് വെല്ലുവിളികളുടെയും രോഗത്തിൻ്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ മധ്യത്തിൽ നിന്നാണ്, അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു വലിയ വിജയം കരസ്ഥമാക്കിയത്. അത് നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. നമുക്കെല്ലാവർക്കും ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്, ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമുക്കെല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സാധ്യതകളും അവസരങ്ങളും സൗകര്യങ്ങളും ഒക്കെ പലപ്പോഴും ഇല്ലാതിരുന്ന, നഷ്ടപ്പെട്ടിരുന്ന, ശാരീരികമായും മാനസികമായൊക്കെ ഒരുപാട് വേദനയും പ്രയാസമൊക്കെ അനുഭവിച്ചതിൻ്റെ ഘട്ടത്തിൽ നിന്നും പഠനത്തിലൂടെ, ലക്ഷ്യബോധത്തിലൂടെ, ദൈവാശ്രയത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ഒരു വലിയ വിജയം കരസ്ഥമാക്കുവാനായിട്ട് മിസ്സസ് റീതു അലക്സിന് സാധിച്ചു. നമ്മുടെ സഭയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്ക് നൽകാനായിട്ട് എത്തിച്ചേർന്നു.
അവരുടെ ഭർത്താവ് സ്നേഹമുള്ള അലക്സും ഒരു മകനും ഉണ്ട്. അവരും ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു. ഇന്ന് ഇത് നമുക്ക് ഏറ്റവും സന്തോഷകരമാണ്. മിസ്സസ് റീതു അലക്സിനെയും കുടുംബത്തെയും ഈ ആരാധനയിലേക്ക് സഭയുടെ പേരിലും സൺഡേ സ്കൂളിൻ്റെ പേരിലും ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരിൽ ഹാർദമായ സ്വാഗതം ആശംസിക്കുകയും സഭയുടേതായ ഒരു അനുമോദന ഉപഹാരം നൽകുകയും ചെയ്യും. അവരുടെ തുടർന്നുള്ള ജീവിതത്തെയും ശുശ്രൂഷകളും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും നേരുകയും ചെയ്യുന്നു. ഇപ്പോൾ കൊയർ സ്പെഷ്യൽ ഗാനം ആലപിക്കുമ്പോൾ സ്തോത്രക്കാഴ്ച ഇനിയും സമർപ്പിക്കാനുള്ളവർക്ക് സമർപ്പിക്കാവുന്നതാണ്. തുടർന്ന് പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നമുക്ക് ഒരുങ്ങുകയും ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ള സമയം വേഗത്തിൽ തീർന്നു.
ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കാണിക്കകളെയും കാഴ്ച നേർച്ചകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പ്രത്യേക കാണിക്കകൾ സമർപ്പിക്കാനുള്ളവർ പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി ആദ്യമായി ദേവാലയത്തിൽ വന്ന കുടുംബവും മറ്റ് പ്രത്യേക സമർപ്പണങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാനുള്ളവർക്കും ഈ സമയം മുന്നോട്ട് വരാവുന്നതാണ്. സകല നന്മകളുടെയും അനുഗ്രഹങ്ങളുടെയും ഉറടവും ദാതാവുമായിരിക്കുന്ന കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്ത് ഓർത്ത് തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ കാഴ്ചകളും നേർച്ചകളും കാണിക്കകളുമായി വരുവാൻ ഈ വിശുദ്ധ ആരാധനയിലും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച കൃപയോർത്ത് സ്തോത്രം. എല്ലാ കരങ്ങളെയും കുടുംബങ്ങളെയും അധികം നന്മകളാൽ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. കൂടുതൽ സ്തോത്രത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സ്തോത്ര കാഴ്ച അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. മാസവരി സ്തോത്രാർപ്പണത്തിനായിട്ട്, ദേവാലയ വികസന കാണിക്കകൾക്കായി, കുടുംബഭാര കാണിക്കകൾക്കായി, മറ്റെല്ലാ സമർപ്പണങ്ങളെയും അവിടുന്ന് സ്വീകരിച്ച് അധികം നന്മകളാൽ എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക നേർച്ചകൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. ദൈവമായ കർത്താവെ, അവരുടെ ജീവിതങ്ങളിൽ അവിടെ നൽകിയ നന്മകൾക്കായി നന്ദി അർപ്പിക്കുന്നു കർത്താവെ. ആ നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ പ്രിയമക്കളെ അവിടെ നിന്ന് ഒരുക്കിയല്ലോ. ശ്രീ NR മോഹൻദാസ് കാർത്തിക ബാലരാമപുരത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ചിഞ്ചു പ്രസന്നൻ VR കോട്ടേജ്, ശ്രീ K മധു MS ഭവൻ വണ്ടിത്തടം, കീർത്തി മനു KL നിവാസ്, ദിവ്യ ക്രൈസ്റ്റ് ഭവൻ, ജോയ് ബി ലാൽ ആൻഡ് ഷീന ജോയ് ലാൽ ഭവൻ, തന്മയ കരിമ്പിലാവിള, കമലാബായ് സെൽവൻ സാം നിവാസ് എന്നീ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ വിധമായ പ്രയാസങ്ങളുടെയും വീഴ്ചകളുടെയും ഒക്കെ മധ്യത്തിൽ നിന്ന് അവിടുന്ന് പ്രിയപ്പെട്ടവർക്ക് നൽകിയ സൗഖ്യത്തിനായും വിടുതലിനായിട്ടും സ്തോത്രം അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഓരോ പ്രിയമക്കളുടെ മേലും അവിടുന്ന് പകരുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയിലും അനുഗ്രഹത്തിലുമായിരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, പ്രത്യേക കാഴ്ചകൾ സമർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരണമേ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായി ആദ്യമായി ദേവാലയത്തിൽ വന്ന പ്രിയപ്പെട്ട കുടുംബത്തെ ഓർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. സജിത്തിനായിട്ടും വിജിന സജിത്തിനായിട്ടും അവിടുന്ന് ദാനമായിട്ട് നൽകിയ സിയ വി സജിത്ത് എന്ന പൈതലിനെ ഓർത്തും സ്തോത്രം. പ്രിയ കുടുംബത്തിൻ്റെ മേൽ ഇതുവരെയും അവിടുന്ന് പകർന്ന എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. പ്രിയ മകൾ ഗർഭിണിയായിരുന്ന നാളുകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം പകർന്നു. കർത്താവ് ഗർഭകാലത്തെ അനുഗ്രഹിച്ചു. തക്ക സമയത്ത് വിടുതൽ പ്രാപിച്ച് കുഞ്ഞുമായി കുടുംബമായി ഇന്ന് ദൈവാലയത്തിൽ വന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുവാൻ, അങ്ങേക്ക് നന്ദി കരയേറ്റുവാൻ അവിടുന്ന് സഹായിച്ചിരിക്കുന്നുവല്ലോ. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പ്രിയമക്കളുടെ കുടുംബജീവിതത്തിൽ തുടർന്നും അവിടുന്ന് പകരണമേ. ലഭ്യമായിരിക്കുന്ന പൈതലിനെ ഓർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. പ്രിയ പൈതലിനെ ദൈവകൃപയിൽ വളർത്തിയെടുക്കുവാനുള്ള എല്ലാ ജ്ഞാനവും പ്രാപ്തിയും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീക ഭൗതിക നന്മകളാൽ അനുഗ്രഹങ്ങളാൽ പ്രിയ കുടുംബത്തെ അവിടുന്ന് നിറയ്ക്കണമേ. അവിടുത്തെ കൃപയിൽ മുന്നേറുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദശാംശ കാണിക്ക അർപ്പിച്ചിരിക്കുന്ന അഭിയം രാജിനായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപയും സാന്നിധ്യവും അനുഗ്രഹവും പ്രിയമക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആതുര ശുശ്രൂഷ മേഖലയെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജന്മനാൾ കാണിക്കർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. ദീപ്തി DP പയറമ്മൂട്, നോയൽ സബീഷ് S പുള്ളിയിൽ വീട്, റിയോൺ ജെയിംസ് J അറപ്പുര വീട് വഴിമുക്ക്, അൻസ SR അൻസ ഭവൻ, ഏഞ്ചൽ റനി ജോയ് ഭവൻ,
അബിൻരാജ് SL, കനാൻ നിവാസ് എന്നീ പ്രിയ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നൽകിയ പുതിയ വയസ്സിനെ ഓർത്ത് സ്തോത്രം. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ കൃപ പ്രാപിപ്പാനും പുതിയ വയസ്സിൽ പുതിയ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ കാണിക്കൽ അർപ്പിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, രാജീവ്, സൗമ്യ രാജീവ്, നവീൻ RS, നവ്യ RS വൃന്ദാവനായിട്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീ K ശശിധരൻ ആൻഡ് J ശ്യാമള KS നിവാസിന് ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയ കുടുംബങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ദൈവകൃപയിൽ അവിടുന്ന് സൂക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനന്മകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് തുടർന്നും സഹായിക്കുകയും അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, സഭയുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയമക്കളെ ദൈവങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷീജ സുനിലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സൗഖ്യവും വിടുതലും അവിടുന്ന് പകരണമേ. സുബിൻ ഷാജിയെ ജിബിൻ ഭവനായിട്ട് പ്രാർത്ഥിക്കുന്നു. അധികം അവിടുന്ന് ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിലായിരിക്കാൻ സഹായിക്കണമേ. ഐറൻ ജുവലിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായ സൗഖ്യവും വിടുതലും നൽകി അവിടുന്ന് ബലപ്പെടുത്തണമേ. എല്ലാ അലർജി പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മണിയൻ ഷാഡോ കോട്ടേജ് എന്ന പിതാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നെഞ്ചുവേദനയുടെ പ്രയാസത്തിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുത സൗഖ്യം അവിടുന്ന് പകരുകയും പൂർണ്ണമായ വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ രോഗഭാരങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. സദാനന്ദൻ കൈതൊട്ടുകൊണ്ടത്തെ ഓർക്കുന്നു. ചിത്ര സജീവനായിട്ട് പ്രാർത്ഥിക്കുന്നു. സോമൻ അഴകരത്തലെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ബിജീഷ് ചാനൽക്കരെ പ്രത്യേകം ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവിക സൗഖ്യം പകരണമേ. പ്രിയമകനെയും അവിടുന്ന് വിടുവിച്ച് ശക്തീകരിക്കണമേ. പ്രീതി ആലുവിള എന്ന പ്രിയമകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ശാരദ എന്ന മാതാവിനെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നത കർത്താവെ, ബിനുകുമാർ കൊട്ടറക്കോണം, ജോർജ് കൊട്ടറക്കോണം എന്നിവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ജയ പയറമൂടിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹ വഴിമുക്കിനായിട്ട് പ്രാർത്ഥിക്കുന്നു. തന്മയ, ഹന്ന രതീഷ് എന്നീ പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ലക്ഷ്മിക്കുട്ടി എന്ന മാതാവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്പിളിയാൻ, മെഴ്സിബായി എന്നീ പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇങ്ങനെ വിവിധമായ പ്രയാസങ്ങളിലും ബലഹീനതയിലുമായിരിക്കുന്നവരെ അവിടുത്തെ കരം തൊട്ട് സൗഖ്യമാക്കണമേ. അവിടുന്ന് വിടുവിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള അത്ഭുത വിടുതൽ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഇന്ന് മറ്റ് വിവിധമായ കാഴ്ചകളും ലേല സാധനങ്ങളായിട്ടും ഒക്കെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സമർപ്പണങ്ങളെ സ്വീകരിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂടുതൽ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ആയിരുന്നു കൊണ്ട് മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും അവിടുന്ന് ശക്തീകരിക്കുകയും ചെയ്യണമേ. ഉപജീവന മാർഗത്തിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ പകർന്ന് നല്ല ഉപജീവന മാർഗങ്ങൾ ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗർഭിണികളായിരിക്കുന്നവരെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരോടും അവരുടെ ഗർഭകാലത്തെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കീർത്തി മനുവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും ഉദരഫലം കണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ കുടുംബമായി ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ പരീക്ഷകൾ എഴുതിയിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. വിവിധ അഡ്മിഷനുകൾക്കായിട്ട് കാത്തിരിക്കുന്നവരെ ഓർക്കുന്നു. ഭവന നിർമ്മാണങ്ങളിലായിരിക്കുന്നവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലികൾക്കായിട്ട് പ്രാർത്ഥിച്ചു കഴിയുന്നവരെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിനായിട്ട് പ്രാർത്ഥിച്ചു കഴിയുന്നവർക്കായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകളെയും അപേക്ഷകളെയും സ്വീകരിക്കണമേ. പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് മഹാമാരിയിൽ നിന്നുള്ള പൂർണ്ണ സൗഖ്യത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭാവാർഷിക ആഘോഷങ്ങളെയും ക്രിസ്തീയ വിദ്യാഭ്യാസ വാരത്തെയും അനുഗ്രഹിച്ച് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും അനുഗ്രഹപ്രദമായതെല്ലാം നടക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ കൃപയിലും ഞങ്ങളെ സൂക്ഷിക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. അറിയിപ്പുകളായിട്ട് ഓർമ്മപ്പെടുത്താനുള്ള കാര്യങ്ങൾ: നമ്മുടെ ക്രിസ്തീയ വിദ്യാഭ്യാസപര പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സൺഡേ സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടിയ സഹകരണം ഉണ്ടാകണം എന്ന് അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ചയാണ് അഖില ലോക സൺഡേ സ്കൂൾ ദിനം. അന്നത്തെയും വിവിധ ശുശ്രൂഷകൾ, പ്രോഗ്രാമുകളെല്ലാം ഒരുക്കപ്പെടാനായിട്ട് കുട്ടികളെ ഓർമ്മപ്പെടുത്തുന്നു. സൺഡേ സ്കൂളിൻ്റെ മഹായിടതല എക്സാം 14-ാം തീയതിയും 21-ാം തീയതിയുമായിട്ടാണ് നടത്തുന്നത്. ഇത്തവണ ഭവനങ്ങളിൽ വെച്ച് തന്നെ പരീക്ഷകൾ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ എഴുതി അതിൽ ഫോട്ടോ എടുത്ത് അവർ നിർദ്ദേശിക്കുന്ന നമ്പറിൽ അയച്ചു കൊടുക്കുകയും നിങ്ങൾ എഴുതിയ പേപ്പറുകൾ
പള്ളിയിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടുന്ന ഒടുവിലത്തെ സമയം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. എങ്കിലും അത് അവരോട് ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ട് ഒരു ദിവസം കൂടെ അവർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികളും ഇന്നത്തെ ദിവസം തന്നെ വാചക പരീക്ഷയ്ക്കുള്ളവർ 10 രൂപയും എഴുത്ത് പരീക്ഷയ്ക്കുള്ളവർ 20 രൂപയും സൺഡേ സ്കൂൾ സെക്രട്ടറിയെ ഏൽപ്പിച്ച് ആ കാര്യങ്ങൾ ക്രമീകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. COF, ബാലജനസഖ്യം, ചർച്ച് കൊയർ എന്നിവ അതിൻ്റെ സമയത്ത് നടക്കും. ഇൻസ്ട്രുമെൻ്റ് ക്ലാസ് 3 മണിക്കുണ്ട്. 4 മണിക്ക് സ്ത്രീജന സഖ്യമുണ്ട്. എല്ലാവരും അതിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക. പ്രത്യേകിച്ച് യുവജന സഖ്യത്തിൽ എല്ലാ യുവജനങ്ങളും ദേവാലയത്തിൽ ആരാധനകൾക്ക് പങ്കെടുക്കുക, സംഘടനകളിൽ പങ്കെടുക്കുക, വേദോത്സവം പാട്ടോത്സവം കൊണ്ടുവരിക, പ്രാർത്ഥനകൾക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. പരമാവധി ഈ മുന്നോട്ട് തന്നെ ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ ഇനിയും ചെയറുകൾ ഒഴിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ പുറകുഭാഗത്തിരിക്കുന്ന കുട്ടികളും യുവജനങ്ങളും ഒക്കെ അടുത്ത ആഴ്ച മുതൽ മുന്നോട്ട് തന്നെ വന്നിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാധനയിൽ സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ആഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ്. നമുക്കറിയാം, നമ്മുടെ ഇടവകയുടെ 62ാമത് സഭാ വാർഷിക ആഘോഷങ്ങളും കൺവെൻഷനും ഒക്കെ നടക്കുന്ന ഒരാഴ്ചവട്ടമാണ് ഈ ആഴ്ച. എല്ലാ വർഷവും നവംബർ മാസം 1-ാം തീയതി ഉൾപ്പെട്ടു വരുന്ന ആളുകളിലാണല്ലോ നമ്മളത് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് കോവിഡിൻ്റെ പ്രയാസം കാരണം ഫെബ്രുവരിയിലാണ് നമ്മളത് നടത്തപ്പെട്ടത്. വളരെ ഭംഗിയായി പരിമിതമായ സാഹചര്യങ്ങളിലാണെങ്കിലും നടത്തപ്പെട്ടു. ഇത്തവണ നമുക്ക് ഇത്രയും അനുകൂലമായൊരു സാഹചര്യം ദൈവം നൽകിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ സഭാ കമ്മിറ്റിയായി ആലോചിക്കുകയും കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് അറിയിച്ചതും പ്രകാരം 62ാമത് സഭാ വാർഷിക കൺവെൻഷൻ വരുന്ന വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ 4, 5, 6 തീയതികളിൽ നടക്കുകയാണ്. ഈ സഭാദിന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അടുത്ത് തന്നെയുള്ള ലിറ്റിൽ ഫ്ലവർ ചർച്ചിലെ ഇടവക വികാരിയായിരിക്കുന്ന ഫാദർ ക്രിസ്റ്റഫർ അച്ഛനാണ്. വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇപ്പോൾ MTH സ്റ്റഡിയിലായിരിക്കുകയും പുതുകുന്ന് ഇടവകയിൽ അംഗവുമായ റവറൻ അഡ്വക്കേറ്റ് സിബിൻ പോൾ അച്ഛൻ ആളുകളാണ്. അപ്പോൾ ഈ കൺവെൻഷൻ യോഗങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കൺവെൻഷൻ യോഗങ്ങൾക്ക് ആരാധനകൾക്ക് പങ്കെടുക്കേണ്ടതും ആലുവ CSI ഇടവകയിലെ ആളുകളാണ്. ഇവിടെ കൺവെൻഷന് വരാൻ പുറത്തുനിന്ന് ആരും വരില്ല. അപ്പോൾ നമ്മളാണ് പങ്കെടുക്കേണ്ടത്. അപ്പോൾ സഭാദിനം എന്ന് പറഞ്ഞ് നമ്മൾ ക്രമീകരിക്കുകയും ആരാധിക്കുകയും കൂടി വരികയും ചെയ്യുമ്പോൾ നിർബന്ധമായും മനഃപൂർവ്വമായും പരിശ്രമിച്ച് എല്ലാ ആരാധനകളിലും എല്ലാ ശുശ്രൂഷകളിലും നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. വെള്ളിയാഴ്ചത്തെ ആരാധനയായാലും ഭവനാരാധനയായാലും കൺവെൻഷനായാലും അത് വേറെ കുറച്ച് പേർക്കായിട്ടുള്ളതല്ല, സഭാജനങ്ങളായ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവരും, ഇന്ന് വരാൻ പറ്റാത്തവരും ഉണ്ടാവും, എല്ലാവരും വ്യാഴം, വെള്ളി, ശനി 3 ദിവസങ്ങളിലുള്ള കൺവെൻഷൻ ആരാധനകളിൽ നിർബന്ധമായും പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മഴ ഉണ്ടാകാം, ചിലപ്പോൾ കാലാവസ്ഥകൾ പല രീതിയിലുണ്ടാകാം, നമുക്ക് ഒരുപാട് ബദ്ധപ്പാടുകളും യാത്രകളും കാണും. സ്കൂൾ തുറക്കുന്നതുകൊണ്ട് ടൈം ടേബിളെല്ലാം മാറിക്കാണും. ഗൂഗിൾ മീറ്റ് ക്ലാസ് ഉണ്ടാകും. ഇത്രയും ഈ 1.5 വർഷത്തിനിടയിൽ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത എത്രയോ ദിവസമുണ്ട്. ഗൂഗിൾ മീറ്റ് ക്ലാസ്സിൽ പങ്കെടുക്കാത്ത എത്രയോ ദിവസമുണ്ട് കുട്ടികൾ. ക്ലാസ് എടുക്കാത്ത അധ്യാപകർ എത്രയോ ദിവസം നമ്മൾ പല ഒഴിവും പറഞ്ഞ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് മനസ്സ് വേണം എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് ഈ 62ാമത് സഭാദിന ആഘോഷത്തിൻ്റെ വചന ശുശ്രൂഷ, വചന കേൾവിക്ക്, ഈ കൺവെൻഷൻ ആരാധനകൾക്ക് വ്യാഴം, വെള്ളി, ശനി 3 ദിവസവും 6:30 കൊയറിൻ്റെ ഗാന ശുശ്രൂഷ ആരംഭിക്കും. കൊയറങ്ങളെല്ലാം അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അവരെ പ്രത്യേകം അതിനായി ക്ഷണിക്കുന്നു. 6:30 മുതൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് തുടർന്ന് ആരാധനയും വചന കേൾവിയും. എല്ലാവരും നിർബന്ധമായിട്ട് പങ്കെടുക്കുക. നമ്മൾ 1-ാമത്തെ ദിവസം ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ അയൽ സഭയായ ആ ഇടവകയിലെ ശുശ്രൂഷകനെ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. 2-ാമത്തെ ദിവസം നമ്മുടെ തന്നെ നാട്ടിലുള്ള കൈതോട്ടുകോണത്തുള്ള ബിലീവേഴ്സ് ചർച്ചിലെ അച്ഛനാണ് അധ്യക്ഷനായി വരുന്നത്. 3-ാമത്തെ ദിവസം നമ്മുടെ തന്നെ നാട്ടിലുള്ള വെല്ലിക്കുളത്തുള്ള സാൽവേഷൻ ആർമി ചർച്ചിലെ അയ്യ ലഫ്റ്റനൻറ്റ് സരുൺ ഷീലാസാണ് അന്നത്തെ അധ്യക്ഷത വഹിക്കുന്നത്. അപ്പോൾ വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടവരും ഒരുമിച്ച് വരികയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടിയുള്ള സന്ദേശം നൽകുകയും മുഖ്യവചന സന്ദേശമൊക്കെ വിളമ്പുമ്പോൾ നമ്മൾ ഭവനങ്ങളിൽ മറ്റ് പല കാര്യങ്ങളിലായിരിക്കുന്നത് തെറ്റാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ സഭാദിന സ്തോത്ര ആരാധന വരുന്ന ഞായറാഴ്ചയാണ്. അന്ന് അഖില ലോക സൺഡേ സ്കൂൾ ദിനം കൂടെയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു.
ഈ സഭാവാർഷിക സ്തോത്ര ആരാധനയിൽ മുഖ്യ അതിഥിയായി നമ്മുടെ മധ്യത്തിൽ വരുന്നത് റവറൻ ഡോക്ടർ LE സഹനം അച്ഛൻ അവറുകളാണ്. സഹനം അച്ഛനെ നമുക്കെല്ലാവർക്കും അറിയാം. വളരെ പ്രഗത്ഭനായിരുന്ന ഒരു പട്ടക്കാരനാണ്. അച്ഛൻ ഇപ്പോൾ റിട്ടയറായി, MM ചർച്ചിലിരുന്നാണ് റിട്ടയർ ആകുന്നത്. നമുക്കറിയാം ബാംഗ്ലൂർ കേന്ദ്രമായുള്ള ഒരുപാട് ക്രിസ്ത്യൻ സംഘടനകൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു അച്ഛനാണ്. വളരെ പ്രാഗൽഭ്യത്തോടുകൂടെ സഭാദിനത്തിന് ആവശ്യമായ സന്ദേശം നൽകുവാനും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാനും അദ്ദേഹത്തെ നാം ക്ഷണിച്ചിട്ടുണ്ട്. വളരെ പ്രാർത്ഥനയോടുകൂടി അന്നത്തെ ദിവസം നാം ആയിരിക്കുക. അന്ന് സ്നാപനം ഉണ്ട്. ഇനി ചിലരൊക്കെ സ്നാനത്തിനായിട്ട് കുഞ്ഞുങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും പേര് നൽകാനുണ്ടെങ്കിൽ ദയവായിട്ട് ഇന്ന് തന്നെ അത് നൽകി അതിൻ്റെ ക്രമീകരണങ്ങളിൽ പങ്കാളികളാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അനുമോദനം ക്രമീകരിച്ചിട്ടുണ്ട്. അനുമോദനത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, അനുമോദനം സഭയിൽ നിന്ന് അനുമോദനം സ്വീകരിക്കണം. സഭയുടെ അംഗീകാരം സ്വീകരിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വിവരങ്ങൾ, അത് സർട്ടിഫിക്കറ്റ് ആകാം, അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് ആകാം, അത് ഏതാണോ അത് പള്ളിയിൽ ഏൽപ്പിച്ചെങ്കിലേ നമുക്കത് നൽകാനായിട്ട്, അത് അവതരിപ്പിച്ച് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നൽകിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടുത്തെ അനുമോദനം വേണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ സഭയുടെ ഒരു അംഗീകാരമാണ് അത്. നമ്മുടെ സഭാജനങ്ങളുടെ മുമ്പിലും മറ്റുള്ള കുട്ടികൾക്കും പ്രചോദനമാകാനാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും രക്ഷകർത്താക്കളും അത് പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ വാട്സപ്പ് ചെയ്താലും മതി, അത് ഇവിടെ ഇന്ന് തന്നെ എത്തിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ഡിസ്ട്രിക്റ്റിൽ ഫുൾ A+ അങ്ങനെയുള്ള കിട്ടും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതെല്ലാം പറഞ്ഞു. അങ്ങനെ ഡിസ്ട്രിക്റ്റിൻ്റെ അനുമോദനം വേണമെന്നുള്ളവരും ഇന്ന് തന്നെ അത് ഏൽപ്പിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അന്നത്തെ ആരാധനയ്ക്ക് ശേഷം നമ്മൾ സ്നേഹവിരുന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അത് എല്ലാവരും പ്രത്യേകം ഓർക്കുകയും, സഭാദിന കൺവെൻഷൻ, സ്നേഹവിരുന്ന്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് ഏകദേശം 50,000-ലധികം രൂപ നമുക്ക് ചിലവാകും. അനുമോദനം എല്ലാം ഉൾപ്പെട്ട് വരുമ്പോൾ 50,000-60,000-ഓളം രൂപയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ഭവനങ്ങളെയും സഭാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവീനേഴ്സായ സജിത്ത് ഡീക്കൻ, മനോജ് ഡീക്കൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാഗ്ദാന തുകകൾ നൽകിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇനി നൽകുകയും അതിൻ്റെ സംഭാവനകൾ പലരും അത് നൽകിക്കഴിഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ നൽകി ക്രമീകരിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മഹായിടവയുടെ ഔദ്യോഗിക മാഗസീനാണ് ക്രൈസ്തവ ദീപിക. ക്രൈസ്തവ ദീപികയുടെ വരിസംഖ്യ പുതുക്കേണ്ടുന്ന സമയമായിട്ടുണ്ട്. അതിൻ്റെ കൂപ്പണുകൾ ലഭിച്ചിട്ടുണ്ട്. ദയവായിട്ട് ക്രൈസ്തവ ദീപികയുടെ വരിക്കാരായി അതിൽ പങ്കാളികളാകാനായിട്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മംഗല്യ 2022 കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. കാരുണ്യ എന്ന പേരിൽ വിവിധ ജോലികൾക്കായിട്ടുള്ള പരിചരണങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ മഹായിടവ നടത്തുന്നുണ്ട് സ്ത്രീജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ. അതിൽ താല്പര്യമുള്ളവർക്ക് പങ്കാളികളാകാവുന്നതാണ്. ഷൈൻ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജ് നമ്മുടെ മലയൻകീഴ് ഇടവകയിലെ ഒരംഗമാണ് ആ കോളേജിന് നടത്തുന്നത്. അപ്പോൾ അതിൽ ഉദ്യോഗം ലഭിക്കാൻ സാധ്യതയുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൻ്റെ വിവരങ്ങൾ, പ്രോസ്പെക്ടസ് ഇവിടെ ഉണ്ട്, അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. മുടവുപ്പാറ ലൂതറൻ ചർച്ച് നമുക്കറിയാം, നമ്മുടെ ക്രിസ്ത്യൻ ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ വളരെ സൗഹാർദ്ദത്തിൽ പോകുന്നതാണ് മോഹൻദാസ് അച്ഛനുമൊക്കെ. മുടവുപ്പാറ ലൂതറൻ ഇടവകയുടെ ദേവാലയത്തിൻ്റെ കുറേയധികം പണികൾ ഈ നാളുകളിൽ ഈ കോവിഡിൻ്റെ മധ്യത്തിലും ചെയ്ത് അതിൻ്റെ പ്രതിഷ്ഠ ഇന്ന് 2 മണിക്ക് ലൂതറൻ ഇടവകയിൽ വെച്ച് നടക്കുകയാണ്. ഇടവകയുടെ പുനഃപ്രതിഷ്ഠ, അതിനോർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം ആ ഇടവക നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ആകെ 12 കുടുംബങ്ങളാണ് ആ ഇടവകയ്ക്കുള്ളത്. 12 16 ആണ് അച്ഛൻ പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല. എങ്കിൽ അത്ര കുടുംബങ്ങൾ മാത്രമേ ആ ഇടവകയിലുള്ളൂ. വളരെ പരിമിതമായ സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പള്ളി കെട്ടിടത്തിൻ്റെ പരിഷ്കരണം വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് അവർക്ക് ചെയ്യേണ്ടി വന്നത്. വളരെയധികം ബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നമ്മുടെ ഇടവക ഇങ്ങനെയുള്ള എല്ലാ ഇടവകൾക്കും നമ്മൾ അവസരം കൊടുക്കുകയും നമ്മളെല്ലാം സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആരാധനയ്ക്ക് ശേഷം ലൂതറൻ ഇടവകയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഡോർ കളക്ഷൻ സ്വീകരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ആ ഇടവകയ്ക്ക് വേണ്ടി, നമ്മുടെ സഹോദര സഭയ്ക്ക് വേണ്ടി ഉണ്ടാകണം എന്ന് പ്രത്യേകമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഡിസി ചെയർമാനായിരിക്കുന്ന ആൻഡ്രൂസ് അച്ഛൻ ഒരു നല്ലൊരു ചരിത്ര പുസ്തകം എഴുതി
പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദക്ഷിണ കേരള മഹായിടവക സഭാ ചരിത്രത്തിൽ നിന്നാണ്. വേദോസം പഠിക്കുന്നവർക്ക് മാത്രമല്ല, വിശ്വാസ സമൂഹമായ നമുക്കെല്ലാവർക്കും വളരെ പ്രയോജനമായ, നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന അടിസ്ഥാന വിവരങ്ങളെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. 120 രൂപയാണ് അതിൻ്റെ വില. താല്പര്യമുള്ള എല്ലാവരും സമീപിച്ചാൽ ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ദയവായിട്ട് ഇതും ഒരു പോസിറ്റീവായി മനസ്സിലാക്കി ഇതിൽ പങ്കാളികളാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ആഴ്ചയിൽ വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് ശ്രീ ഷൈൻലാൽ ആൻഡ് ശ്രീമതി പ്രസീത കെയർ, ഷേർലി ഭവൻ, ആറാലുമൂട്. ജന്മനാൾ ആഘോഷിക്കുന്നത് പ്രഭ എസ് വണ്ടിത്തടം, 1-ാം തീയതി. 2-ാം തീയതി ശ്രീ ക്രിസ്തുദാസ് പള്ളിനട. 4-ാം തീയതി വിശാഖ് RS തിരുവാതിര കുട്രക്കോണം. 5-ാം തീയതി ഗ്രീഷ്മരാജ് SRS നിവാസ് ആലവിള ആൻഡ് സുനിത L ഇടമനക്കുഴി. ഇവരുടെ ജീവിതത്തിൻ്റെ പുതിയ വയസ്സിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ ജന്മനാൾ ആശംസകളും നേരുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പ്രിയ ഷൈൻലാൽ ആൻഡ് പ്രസീത കുടുംബത്തിനും എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. സഭാദിനത്തിൽ നാം എല്ലാ വർഷവും എല്ലാ സഭാജനങ്ങളും കേരള ഡ്രസ് അല്ലെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ചാണ് വരുന്നത്. അതും ആ ദിവസത്തെ പ്രത്യേകതയായിട്ട് നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് 497-ാമത്തെ ഗാനം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. അതിനുശേഷം നമ്മുടെ മധ്യയായിരിക്കുന്ന മിസ്സസ് റിതു അലക്സ് ഇന്നത്തേക്കുള്ള വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും.
തന്നെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന കർത്താവെ, ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ നൽകിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ സ്തുതിക്കുന്നു. അപ്പാ, ആരാധനയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിപ്പാൻ അടിയങ്ങളെ അങ്ങ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അപ്പാ, ഞങ്ങൾ അല്പസമയം അങ്ങയുടെ വചനവുമായിരിക്കുന്ന കർത്താവെ, അപ്പോൾ അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവമേ പ്രിയമക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹവും ബഹുമാനമുള്ള അച്ഛൻ, പ്രിയപ്പെട്ട സഭയെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എനിക്കിപ്രകാരം നിങ്ങളുടെ മുൻപിൽ ജീവിക്കുന്ന ഒരു സാക്ഷിയായി നിൽപ്പാൻ, നിങ്ങളുടെ മുൻപിൽ ഒരു അത്ഭുതമായി തീരുവാൻ സഹായിച്ച ദൈവത്തെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. ഇപ്രകാരം എനിക്ക് ഈ വിശുദ്ധ ആരാധനയിൽ ഒരു അവസരം ഒരുക്കി തന്ന അച്ഛനോടും പ്രിയ സഭാ കമ്മിറ്റിയോടും സൺഡേ സ്കൂൾ ഭാരവാഹികളോടും പ്രിയ സഭയോടുമുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും അതിനുവേണ്ടി എന്നെ പ്രാപ്തിയാക്കിയ എൻ്റെ കർത്താവിന് മഹത്വം നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ ആരാധന പ്രത്യേകതകൾ വിശദമായി തന്നെ അച്ഛൻ ഇവിടെ പറയുകയുണ്ടായി. 3 പ്രത്യേകതകളാണ് ഈ സഭയെ സംബന്ധിച്ചെന്നുള്ളത്. മഹായിടവകയായി ഇന്ന് നവീകരണ ഞായറായി ആഘോഷിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സഭാദിന ആഘോഷത്തിൻ്റെ മുന്നോടിയായി തുടക്കം കുറിക്കുന്ന ഒരു ഞായറാഴ്ച. മറ്റൊന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്, ക്രിസ്തീയ വിദ്യാഭ്യാസ വാരാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഞായർ. ഇന്നത്തെ ആരാധനകൾക്ക് കുഞ്ഞുങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് വളരെ നല്ലൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ വർഷം മഹായിടവകയായി അഖിലലോക സൺഡേ സ്കൂൾ ദിന ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം സഭയിലെ കുഞ്ഞുങ്ങൾ എന്നതാണ്. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ എല്ലാവരിലും ഉപരിയായി ശ്രദ്ധിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. കാരണം ഇന്ന് കുഞ്ഞായിരിക്കുന്ന ഒരു കുട്ടി അവൻ വളർന്നു വലുതായാണ് ഈ സമൂഹത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തേണ്ടവനായി തീരുന്നത്. അപ്പോൾ നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളോടുള്ള ഇടപെടൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന മനോഭാവം ഇന്ന് സമൂഹത്തെ പല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ചൂഷണങ്ങൾ കുഞ്ഞുങ്ങൾ ഇന്ന് നേരിടുന്നുണ്ട്. അത് അവരുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് എന്ത് പ്രാധാന്യമാണ് നാം നൽകുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? എപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ പല പ്രസംഗങ്ങളും നാം കേൾക്കാറുണ്ട്. ഒരു ചെടി നാം എടുക്കുക, എല്ലാവർക്കും ചെടി ഇഷ്ടമുള്ള കുട്ടികൾക്ക് അവർ ഡാൻസിൻ്റെ ഭാഗങ്ങളൊക്കെ പഠിക്കും. കുഞ്ഞുങ്ങൾ, നമ്മൾ ആ കുഞ്ഞുങ്ങൾ മുതൽക്കൂട്ടായിരിക്കണം. നാം ഇന്ന് ആരംഭിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ പരിപോഷണത്തിനാണ് പൂർണ്ണമായുള്ള എനിക്കൊരു ആദ്യം ഞാൻ വചനം പറഞ്ഞു, വളരെ ചുരുക്കി മാത്രമാണ് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു ഇറങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് വളരെ
കാരണം 2018 ജൂണിലാണ് എനിക്ക് ക്യാൻസർ എന്ന് കണ്ടെത്തുന്നത്. എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു, 2nd സ്റ്റേജ് ആയിരുന്നു. തുടർന്ന് 10 മാസം നീണ്ട കീമോതെറാപ്പി, റേഡിയേഷൻ എന്നുള്ള ട്രീറ്റ്മെൻറ്റ്, പിന്നെ സർജറി ഇതെല്ലാം നടത്തുകയുണ്ടായി. ഈ സമയത്ത് ഞാൻ BEd പഠിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ MEdന് 1ാം റാങ്കോട് നിൽക്കുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്ന കോഴ്സ് BEd ആണ്. അന്ന് BEdന് 2nd ഇയർ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ വന്ന് കിടക്കുന്ന സമയത്താണ് എൻ്റെ കുഞ്ഞ് ഇങ്ങനെ എൻ്റെ പുറത്തൂടെ ചാടി കളിക്കുകയാണ്. ആ സമയത്താണ് അവൻ്റെ കൈ തട്ടിയപ്പോൾ ഞാനൊരു മുഴ കണ്ടെത്തുന്നത്. പിന്നെ അങ്ങോട്ട് 10 മാസം നീണ്ട ഒരു ചികിത്സാ കാലയളവായിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ BEd പഠനം പൂർത്തിയാക്കി. കീമോയുടെ ഇടയ്ക്കാണ് ഞാൻ പോയി 3ാമത്തെ സെമസ്റ്റർ പരീക്ഷ എഴുതുന്നത്. റേഡിയേഷൻ്റെ സമയത്ത് 4ാമത്തെ സെമസ്റ്ററുള്ള കമ്മീഷൻ വൈവ എല്ലാം അറ്റൻഡ് ചെയ്തു. എനിക്ക് ദൈവം അന്ന് 82% മാർക്കോടുകൂടി വിജയിക്കുവാൻ എന്നെ സഹായിച്ചു. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം ഞാൻ ഭവനത്തിലിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായി, ഇനി ഭവനത്തിലിരുന്നാലായിരിക്കും ഞാൻ രോഗിയായി തീരുന്നതെന്ന്. എന്ത് ചെയ്യണം? പലരും പല ഓപ്ഷൻസ് പറഞ്ഞു. അപ്പോൾ BEd കഴിഞ്ഞതല്ലേ, സ്കൂളുകളിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2-3 സ്കൂളുകളിലൊക്കെ പോയി. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം BEdന് പഠിക്കുമ്പോഴേ ഞാൻ പറയുമായിരുന്നു എനിക്ക് MEd പഠിക്കണമെന്ന്. അപ്പോൾ എന്നെ കളിയാക്കാറുണ്ട് പലരും, പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളെ കാണാറില്ല എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്ന കാര്യം. അങ്ങനെ MEdന് ഞാൻ ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ തെക്കേട് അവിടെ ഫോം ഇട്ടു. എനിക്ക് ഗവൺമെൻറ് കോളേജിൽ തന്നെ ദൈവം എനിക്കൊരു അഡ്മിഷൻ നൽകി. ആലോചിച്ച് നോക്കിയാൽ മതി, ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കൃത്യം 3 മാസമായപ്പോൾ ഞാൻ അവിടെ കോളേജിൽ അഡ്മിഷൻ എടുക്കുകയാണ്. ഒരു ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് തന്നെ ഇളവുകളൊന്നും കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. അവർ കൃത്യസമയത്ത് എത്തണം, പഞ്ചിങ് സിസ്റ്റമാണ്. അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു യാത്ര എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് ഞാൻ ഒന്ന് ഡൗൺ ആയി. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് തന്നെ ഞാൻ ഭയന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ വലിയവനായ ദൈവം എനിക്ക് വേണ്ടി കരുതിയിരുന്നത് ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായ ഒരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തയ്യാറായിരുന്നത്. ഇന്ന് ഞാൻ വചനമായി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും എൻ്റെ വിജയത്തിൻ്റെ ഒരു താക്കോൽ, എൻ്റെ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നത്. പല പ്രതിസന്ധിയിലൂടെയും ശാരീരികമായ പല ബുദ്ധിമുട്ടുകൾ ആ 2 വർഷം ഞാൻ അനുഭവിച്ചുവെങ്കിലും വലിയവനായ ദൈവം ലോകത്തിന് മുന്നിൽ ലോകം എന്നോട് നിനക്ക് കഴിയില്ല, നീ വീട്ടിൽ ഇരുന്നാൽ മതി, നിനക്ക് ഇന്ന അസുഖം വന്നതാണ്, നീ ശ്രദ്ധിച്ചില്ലെങ്കിൽ നീ വീണുപോകും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വലിയവനായ ദൈവം ഭയപ്പെടേണ്ട മകളെ, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ശക്തീകരിച്ച് എന്നെ ഇന്ന് ഈ ലോകത്തിന് മുന്നിൽ ഒരു അത്ഭുതമാക്കി തീർത്തു. ആ ദൈവത്തിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരില്ല. അത്രത്തോളം ദൈവം എന്നെ ഒരു അത്ഭുതമാക്കിയതിനെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. പിന്നെ ഈ കൊച്ചു മക്കളോടും എനിക്ക് നമ്മുടെ യുവതലമുറയോടും എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ. കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോൾ നാം ഇന്ന് വാർത്താമാധ്യമത്തിലൂടെയും ന്യൂസ് പേപ്പേഴ്സിലൂടെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു പ്രശ്നം മതി കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കണം. എനിക്കിത് നേരിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ 26ാമത്തെ വയസ്സിലാണ് എനിക്ക് ക്യാൻസർ വരുന്നത്. എനിക്കന്ന് 3 വയസ്സ് പ്രായമുള്ള കുഞ്ഞാണ്. ഒരു ജീവിതം തുടങ്ങിയ ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഞാൻ ആ സമയം ചിന്തിച്ചത്, ഞാൻ എടുത്തൊരു തീരുമാനം, ഞാൻ കരയില്ല. എന്നെ നോക്കി വന്നിട്ടുള്ളവരായിരുന്നാലും നിങ്ങൾ ചോദിച്ചാൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കണം, ഞാൻ കരഞ്ഞിട്ടുണ്ടോ? ഞാൻ കരയില്ല. ഈ ക്യാൻസർ എന്ന് അറിഞ്ഞ സമയം ഞാൻ എടുത്ത തീരുമാനമാണ്, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലല്ലാതെ മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കരയില്ല എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. പക്ഷേ നമുക്കറിയാം, നമ്മുടെ പപ്പയമ്മയും നമ്മളെ അടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു അടി മാത്രമേ പപ്പയമ്മയെ നമുക്ക് തരുള്ളൂ. നമ്മുടെ യേശുപ്പനും അങ്ങനെയാണ്. നമ്മളെ യേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അല്ലെങ്കിൽ നമുക്ക് അത് തരണം ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിട്ടൊന്നും ദൈവം നമുക്ക് തരില്ല. അപ്പോൾ ഓരോ നിമിഷവും യേശുപ്പനോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ, പൈതങ്ങളായിരുന്നാലും യുവജനങ്ങളായിരുന്നാലും ആരായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് സഹിക്കാൻ കഴിയുന്നത്, നമുക്ക് തരണം ചെയ്യാൻ കഴിയുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരു പരീക്ഷണങ്ങളിലൂടെ മാത്രമേ കടത്തിവിടുള്ളൂ. അപ്പോൾ കർത്താവിനെ മുറുകെ പിടിച്ചു നിന്നാൽ തീർച്ചയായും ഇന്ന് ഞാൻ നേടിയതിനേക്കാൾ ഉപരിയായി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും നേടുവാൻ വലിയവനായ ദൈവം സഹായിക്കുക തന്നെ ചെയ്യും. ഇന്ന് അല്പസമയം ഞാൻ ചിന്തയ്ക്കായി ആഗ്രഹിക്കുന്ന വേദഭാഗം, ഇന്ന് സുവിശേഷ വേദഭാഗമായി ചിന്തിച്ച
വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? ആണ്. ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു വീട്ടുമുറ്റത്ത് ഒരു കൊച്ചു ബാലൻ നിന്ന് പന്ത് കളിക്കുകയാണ്. അപ്പോൾ ഇവൻ പന്ത് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഈ പന്ത് കളിക്കുന്ന ആ കളിയെ ഒന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു വലിയ കല്ല് കിടപ്പുണ്ട്. അപ്പോൾ അവനിങ്ങനെ ഓടി കളിക്കണം, ഒരു തടസ്സമില്ലാതെ ഓടിക്കളിക്കണം. കൊച്ചുമക്കൾക്ക് അതാണ് ഇഷ്ടം, അവരെ ആരും തടസ്സപ്പെടുത്തരുത്, അവർക്കിങ്ങനെ കളിച്ച് നടക്കണം. ഈ കളിക്കുന്ന അവസരത്തിൽ ഈ കല്ലിൽ പലപ്പോഴും പന്ത് പോയി തട്ടുമ്പോൾ അവന് അവൻ്റേതായ ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ അവൻ ആ കല്ല് അവിടെ നിന്ന് നീക്കം ചെയ്യണം. അവൻ പലതവണയായിട്ട് ആ കല്ല് അവിടെ നിന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. അവൻ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് വീടിൻ്റെ ആ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് അവൻ്റെ പപ്പ അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പപ്പ അവിടെ ഇരുന്ന് നോക്കുകയാണ്. ഈ മോൻ മാക്സിമം പല തവണ ശ്രമിക്കുന്നുണ്ട്, അവൻ്റെ മാക്സിമം എഫേർട്ട് അവൻ എടുക്കുന്നുണ്ട് ആ കല്ല് മാറ്റാനായിട്ട്. പക്ഷേ പറ്റുന്നില്ല. അവസാനമായപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അവൻ്റെ കരച്ചിൽ കേട്ടുകൊണ്ട് പപ്പ മുകളിൽ നിന്ന് ഇറങ്ങി അവൻ്റെ അടുത്തെത്തിയിട്ട് അവനോട് ചോദിച്ചു, എന്താ മോനെ കരയുന്നത്? അപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പപ്പ, ഞാൻ ഈ കല്ല് കുറേ സമയം കൊണ്ട് ഞാൻ ഇത് മാറ്റാൻ ശ്രമിക്കുകയാണ്, പക്ഷേ എനിക്കിത് മാറ്റാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ പപ്പ അവനോട് ചോദിച്ചു, നീ നിൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചോ? അപ്പോൾ അവൻ വളരെ കോൺഫിഡൻറ്റോട് പറയുകയാണ്, ഞാൻ എൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. അപ്പോൾ അവൻ്റെ പപ്പ അവനോട് ചോദിച്ചു, നീ നിൻ്റെ പപ്പയുടെ സഹായം ചോദിച്ചോ, അല്ലെങ്കിൽ പപ്പയുടെ ശക്തി ഉപയോഗിച്ചോ? അപ്പോഴാണ് അവൻ ചിന്തിക്കുന്നത്, അയ്യോ, ഞാൻ എൻ്റെ പപ്പയോട് ചോദിച്ചില്ലല്ലോ, എങ്കിൽ എൻ്റെ പപ്പ എനിക്കിത് മാറ്റിത്തരുമായിരുന്നല്ലോ. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പലപ്പോഴും പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വലിയവനായ പിതാവ് നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ ഓരോ എഫേർട്ടും കാണുന്നുണ്ട്. പക്ഷേ നാം നമ്മുടെ കഴിവുകളിൽ മാത്രം ആശ്രയിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സഹായം ചോദിക്കുവാൻ പലപ്പോഴും മറന്നു പോകുന്നു. പ്രകാരം പ്രാർത്ഥിക്കാൻ മറന്നു പോകുന്ന മക്കളോട് കർത്താവും ചോദിക്കുന്നത് തന്നെയാണ്, മകനെ, മകളെ, നീ നിൻ്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചോ? നിൻ്റെ അപ്പനായ എൻ്റെ സഹായം നീ ചോദിച്ചോ എന്ന് നമ്മളോട് ഈ പകൽക്കാലം ചോദിക്കുകയാണ്. യേശുവിൻ്റെ ഉപദേശങ്ങളിൽ സുപ്രധാനമായ കർത്താവിൻ്റെ പ്രാർത്ഥന തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ സ്വഭാവവും രീതിയും എപ്രകാരമായിരിക്കണമെന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുത്ത ഒരു വേദഭാഗമാണ് ഇന്നത്തെ സുവിശേഷ വേദഭാഗം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രാർത്ഥനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ എന്തൊക്കെ ആയിരിക്കണമെന്ന് ഈ വേദഭാഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഉപമയിൽ ഒരു സ്നേഹിതൻ തൻ്റെ അടുത്ത സ്നേഹിതൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അടുത്ത വീടായിരിക്കാം. രാത്രി സമയമാണ് അവൻ വരുന്നത്. വന്നിട്ട് വാതിലിൽ മുട്ടിയിട്ട് ചോദിക്കുകയാണ്, നീ എനിക്ക് 3 അപ്പം വായ്പ തരയണം. അപ്പോൾ ആ വീട്ടുടമസ്ഥനായ സ്നേഹിതൻ നൽകുന്ന മറുപടി, എനിക്ക് എഴുന്നേറ്റ് വന്ന് തരാൻ പറ്റില്ല, കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുകയാണ്, എനിക്ക് വാതിൽ തുറന്ന് വരാനായിട്ട് സാധിക്കുകയില്ല എന്ന്. അപ്പോൾ ഈ വീട്ടുടമസ്ഥനായ സ്നേഹിതൻ ഉറ്റ സ്നേഹിതനായതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കുന്ന സ്നേഹിതൻ വീണ്ടും മുട്ടുകയാണ്. അവൻ എഴുന്നേറ്റ് വരുന്നത് വരെ അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എഴുന്നേറ്റ് വന്ന് എനിക്ക് 3 അപ്പം വായ്പ തരയണമെന്ന്. അവസാനം ഈ ചോദ്യം കേട്ട് നിവൃത്തിയില്ലാതെ എന്ത് ചെയ്തു? വീട്ടുടമസ്ഥനായ സ്നേഹിതൻ എഴുന്നേറ്റ് വന്ന് അവന് അപ്പം കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഈ ഉപമയിൽ കൂടി കർത്താവ് 3 കാര്യങ്ങൾ കൂടി, 3 പ്രായോഗിക സത്യങ്ങൾ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ഈ ഉപമ നാം സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയുടെ ചില അടിസ്ഥാന സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ എന്തുകൊണ്ട് ഈ വിഷയം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചിന്തിച്ചു, ക്രിസ്തീയ വിദ്യാഭ്യാസപരവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചിന്തയാകാം എന്ന് ആദ്യം ചിന്തിച്ചു. പക്ഷേ എനിക്ക് തോന്നി, കാരണം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നു എങ്കിൽ പകുതി എൻ്റെ എഫേർട്ടും ബാക്കി എൻ്റെ കർത്താവിൻ്റെ കരുതലുമാണ്.
ഞാൻ തന്നെ സ്വയം എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാനിങ്ങനെ ചിന്തിച്ചു. ആ രാത്രി ഒക്ടോബർ 12 ഞാൻ എൻ്റെ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, ഞാൻ പിടിച്ചു വാങ്ങിയതാണ്. ഇവിടെ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഒക്ടോബർ 12 എൻ്റെ റിസൾട്ട് വരുന്നത്. പക്ഷേ അതിനു മുമ്പുള്ള തിങ്കളാഴ്ച തന്നെ ആ ആഴ്ച റിസൾട്ട് വരുമെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഭയിൽ വയ്ക്കാൻ വേണ്ടി കാണിക്ക എഴുതി വെച്ച ആളാണ്. ഞാൻ എഴുതി വെച്ചു, റീതു അലക്സ്, RS നിവാസ്, കേരള യൂണിവേഴ്സിറ്റി M.Ed 1ാം റാങ്കോടുകൂടി പാസ്സാകാൻ ദൈവം സഹായിച്ചു എന്ന് കാണിക്ക എഴുതി വെച്ച ആളാണ്. ബുധനാഴ്ച റിസൾട്ട് വരുമ്പോൾ ഞാൻ അതെടുത്ത് എന്നിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥന അങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒരു നിവർത്തി ദൈവത്തെ ഒന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ദൈവം അടുത്തുണ്ടായിരുന്നെങ്കിൽ ദൈവം ചിന്തിക്കുമായിരുന്നു, ഈ കൊച്ചിനെ കൊണ്ട് തോറ്റല്ലോ എന്ന്. ആ രീതിയിൽ ഓരോ നിമിഷവും എൻ്റെ പ്രാർത്ഥനയിലുണ്ടായിരുന്നു. ദൈവമേ, എനിക്ക് ഒരു അത്ഭുതമാക്കണമേ, എന്നെ ഒരു അത്ഭുതമാക്കി തീർക്കണമേ, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ M.Ed 1ാം റാങ്ക് ലഭിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി പ്രിയ മക്കളോട് സംസാരിക്കുവാൻ ഈ വിഷയത്തേക്കാൾ ഉപരി ഒരു വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം നിങ്ങളുടെ മുന്നിൽ ഒരു ജീവിക്കുന്ന സാക്ഷിയാണ് ദൈവം നിർത്തിയിരിക്കുന്നത്. പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും, അതിന് മറുപടി നൽകും, നിങ്ങളെ മാനിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാൻ. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 രീതിയിൽ 3 അടിസ്ഥാന അതിൻ്റെ ഒരു ക്യാരക്ടർ, നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം, അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ആയിരിക്കണം പ്രാർത്ഥനയുടെ എന്നുള്ള 3 ചിന്തകൾ, ചെറിയ ചിന്തകൾ, മുഷിപ്പിക്കില്ല, വെറും 3 ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ധൈര്യസമേതം ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കണം. ധൈര്യസമേതം ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കണം. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, നമ്മുടെ ഫ്രണ്ട്സിനോടായിരുന്നാലും, ചിലപ്പോൾ ഫ്രണ്ട്സിനോട് നമുക്ക് കുറച്ച് അധികം ചോദിക്കുമ്പോൾ ഒരു നാണക്കേട് തോന്നുമായിരിക്കും. പക്ഷേ നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ കൊച്ചുമക്കൾക്ക് സ്കൂളിൽ നിന്നൊരു ടൂർ പോകുന്നുണ്ട്. അപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞാൽ എന്തായാലും നിന്നെ ഞങ്ങൾ ടൂറിനൊന്നും വിടത്തില്ല. പക്ഷേ ഒരിക്കൽ പപ്പയമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കുന്നത് നിർത്താറുണ്ടോ? ഇല്ല. നമ്മൾ അവർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ അവരുടെ പിന്നാലെ നമ്മുടെ 18 അടവും പയറ്റുമല്ലേ നമ്മൾ അങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും. അവസാനം അവരുടെ വായിൽ നിന്ന് ഒരു യെസ് കിട്ടുന്നത് വരെ നമ്മൾ അവരോട് ചോദിക്കും. അതാണ് ധൈര്യസമേതം ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കണേ. നമ്മുടെ കർത്താവിനോടും ധൈര്യസമേതം ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കുവാൻ നാം തയ്യാറാകണം. ഈ ഉപമയിൽ ഈ വായ്പ ചോദിച്ച് എത്തുന്ന ആള് തൻ്റെ സ്നേഹിതൻ ഉറക്കത്തിലാണെന്നറിഞ്ഞു. അവൻ തൻ്റെ പൈതങ്ങളോടൊപ്പം കിടക്കുന്നു, എനിക്ക് എഴുന്നേറ്റ് വരാൻ പറ്റില്ല എന്ന് കൂട്ടുകാരൻ പറഞ്ഞു. എന്നിട്ടും അവൻ്റെ ആവശ്യം നടക്കുന്നത് വരെ എന്ന് വെച്ചാൽ അവിടെ ഒരു ഔചിത്യമില്ലാത്ത യാചനയാണെങ്കിൽ പോലും അവൻ്റെ ആവശ്യം നടക്കുന്നത് വരെ അവൻ ചോദിക്കുന്നുണ്ട്. നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ ഉപമയിൽ ആ വീട്ടുടമസ്ഥനായ സ്നേഹിതനെ കർത്താവായിട്ടും പുറമേന്ന് പോയി അപ്പം വായ്പ വാങ്ങുന്ന സ്നേഹിതനായിട്ട് നമ്മെ ഓരോരുത്തരെയും സങ്കല്പിച്ച് നോക്കണം. നാം ആയിരുന്നു ആ ഒരു സാഹചര്യത്തിലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? 1-2 തവണ ചോദിക്കും. സാധാരണ രീതിയിൽ ഞാനൊരു നാട്ടിൻപുറത്ത് നടക്കുന്നൊരു സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു തരാം. 2 തവണ ചോദിക്കും. അവൻ എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ പറയും, പിന്നെ അവന് മുടയാണ്, അവൻ എഴുന്നേറ്റ് വരാത്തതാണ്. ഇതല്ലേ നമ്മൾ പറയുള്ളൂ, അല്ലേ? വീണ്ടും ചോദിക്കുമോ? നമ്മുടെ ആവശ്യമാണെന്ന് പറഞ്ഞ് ചോദിക്കില്ല. എന്നിട്ട് നമ്മളടുത്ത് പറയുകയും ചെയ്യും, പണ്ട് ഞാൻ അവന് ഇന്ന സഹായം ചെയ്തതാണ്, ഇപ്പം എനിക്കൊരാവശ്യം വന്നപ്പോൾ അവൻ സഹായിക്കുന്നില്ല. ഇങ്ങനെ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ഈ സ്നേഹിതൻ അങ്ങനെയല്ല. തൻ്റെ ആവശ്യം നിറവേറണം, അതിനുവേണ്ടി മടുപ്പ് കൂടാതെ ലജ്ജയില്ലാതെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ഇപ്രകാരമായിരിക്കണം. ഉടനെ മറുപടി ലഭിച്ചില്ല എങ്കിൽ അവിടെ പ്രത്യാശ കൈവിടരുത്, നമ്മുടെ ധൈര്യം കൈവിടരുത്. പ്രത്യാശയോടും യാചിച്ചാൽ ഉടനെ മറുപടി ലഭിച്ചില്ല എങ്കിലും പ്രത്യാശയോടും ധൈര്യത്തോടും കൂടി നാം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ യാചന അർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത ഞാൻ പറഞ്ഞത് ധൈര്യസമേതം ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കണം. രണ്ടാമതായി സമയപരിമിതികളില്ലാത്ത പ്രാർത്ഥന. സമയപരിധികളില്ലാത്ത പ്രാർത്ഥന. ഒരു പരിധി, ഞാൻ ഞായറാഴ്ച ദിവസം മാത്രമേ പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആരാധനയുടെ അന്ന് മാത്രമേ പ്രാർത്ഥിക്കൂ, അങ്ങനെ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബ പ്രാർത്ഥന സമയത്ത് മാത്രമേ പ്രാർത്ഥിക്കൂ, അങ്ങനെ ഒരു സമയത്തിൻ്റെ ഒരു പരിധി അങ്ങനെ വയ്ക്കാതെ പരിധികളില്ലാത്ത ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സ്നേഹിതൻ വീട്ടിൽ വന്ന് ചോദിക്കുന്നത് അർദ്ധരാത്രിയിലാണ്. അപ്പോൾ നമ്മുടെ ഈ പാലസ്തീൻ, ഈ ഒരു സംഭവം നടക്കുന്ന ഒരു ചുറ്റുപാട് നാം നോക്കുമ്പോൾ പാലസ്തീൻ എന്ന രാജ്യത്തെ അവിടത്തെ സംബന്ധിച്ചിടത്തോളം അതിഥികളെ നമ്മൾ ശരിയായ രീതിയിൽ അവർക്ക് അതിഥി സൽക്കാരം നൽകിയില്ലെങ്കിൽ അത് ആ പട്ടണത്തിന് അല്ലെങ്കിൽ ആ ഗ്രാമത്തിന് മുഴുവനും നാണക്കേടാണ്.
അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ തൻ്റെ അടുത്ത് വന്ന വിരുന്നുകാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സ്നേഹിതൻ തൻ്റെ രാത്രി കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ പണ്ടത്തെ കാലം നമുക്കറിയാം, ഈ ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളോ ഇല്ല. അപ്പോൾ അവർക്ക് സൂക്ഷിച്ച് വയ്ക്കാനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവൻ സമയം നോക്കുന്നില്ല. താൻ ചെയ്യേണ്ട കടമ പൂർത്തിയാക്കുന്നതിന് വേണ്ടി തൻ്റെ സ്നേഹിതൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുകയാണ്. ഇവിടെ നാം നോക്കുകയാണെങ്കിൽ ആ വന്ന് ചോദിച്ച സ്നേഹിതനെ അവനെ അവിടെ എത്തിച്ച ആ ഒരു ഡ്രൈവ്, അതായത് അവനെ ഉള്ളിൽ നിന്ന് കൊണ്ടെത്തിച്ച ചിന്ത എന്തായിരിക്കും? അവൻ എൻ്റെ ഉറ്റ സ്നേഹിതനാണ്, അല്ലേ? ആ ഭവനത്തിലെ ആൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്ത് പോയാലും അവൻ എൻ്റെ യാചന കേൾക്കും, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം നിറവേറ്റിത്തരും. അപ്പോൾ ഇവിടെ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ ആരാന്ന് പറയുമായിരിക്കും? ഓരോരുത്തരുടെ പേര് പറയും, അല്ലേ? അങ്ങനെ വേണം. അത് ഈ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ വേണം. എങ്കിലും എപ്പോഴും നമ്മുടെ ഉറ്റ സുഹൃത്തായിരിക്കേണ്ടത് നമ്മുടെ കർത്താവ് തന്നെ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചിന്തിച്ചതുപോലെ ധൈര്യസമേതം, ലജ്ജയില്ലാതെ, പരിധികളൊന്നും ഇല്ലാതെ ഏത് സമയത്തും നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുവാനായി പറ്റും, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ഒരു രീതിയുണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു തരുന്നത് എനിക്ക് ഈ വിജയം നേടാൻ സഹായിച്ചത് എൻ്റെ കർത്താവ് എനിക്ക് നൽകിയ എൻ്റെ കർത്താവ് എന്നോട് കാണിച്ച സ്നേഹം ഷെയർ ചെയ്യുമ്പോൾ അത് ആർക്കെങ്കിലും ഒന്ന് മോട്ടിവേഷൻ ആകട്ടെ എന്ന് കരുതിയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരുടെങ്കിലും സംസാരിക്കുന്നത് പോലെയാണ് ഞാനിങ്ങനെ യേശുപ്പ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇന്നതിൽ എന്തെനിക്ക് ചെയ്യണമെന്ന് അങ്ങനെ ഈ കാണിച്ചു തരണം. ഞാൻ ഇങ്ങനെ കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കും പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിന്ത വരും, നീ അത് ചെയ്യേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ ഇന്നത് നീ ഇങ്ങനെ പ്രവർത്തിക്കണം. നമ്മളോട് നമ്മുടെ സുഹൃത്ത് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് തീർച്ചയായിട്ടും കിട്ടും. ആ ഒരു അനുഭവം കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഈ റിസൾട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ ഒരു അല്പം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചു ഇതുണ്ടെങ്കിലും ഇടയ്ക്ക് ചെറിയൊരു യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇഷ്യൂ നടന്നത് കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് പറയാണ്, അമ്മ ടെൻഷൻ ആവണ്ട, ഇങ്ങനെ തമ്പ് കാണിച്ചിട്ട് പറയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് തന്നെയാണ് ഫസ്റ്റ് റാങ്ക് എന്ന്. അപ്പോൾ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾ ചിന്തിച്ച് നോക്കണം. പ്രാർത്ഥന സമയത്ത് അവൻ മുട്ടുമിൽ നിന്ന് വേറെ ഒന്നും പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. അവൻ പ്രാർത്ഥിക്കും, യേശുപ്പ എൻ്റെ അമ്മയ്ക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കണേ, യേശുപ്പ എൻ്റെ അമ്മയ്ക്ക് ഫസ്റ്റ് റാങ്ക് കൊടുക്കണേ. ഇത് തന്നെയായിരിക്കും ആ പ്രാർത്ഥനയുടെ മുഴുവൻ സമയം അവൻ പ്രാർത്ഥിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, കൊച്ചുമക്കളായാലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ കർത്താവ് കാരുണ്യവനായ ദൈവമാണ്. നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ നിങ്ങളും പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുക തന്നെ ചെയ്യും. അപ്പോൾ 2 ചിന്തകൾ ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമതായി വളരെ ചെറിയൊരു ചിന്ത, നിരന്തരമായ പ്രാർത്ഥന. നിരന്തരമായ പ്രാർത്ഥന. അവിടെ ആ സ്നേഹിതൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു നിരന്തരമായ പ്രാർത്ഥന. അവൻ്റെ ആവശ്യം നടക്കുന്നത് വരെ അവൻ ചോദിച്ചുകൊണ്ടേയിരുന്നു. നമ്മളെങ്ങനെയാണ്, നമുക്കൊരു ആവശ്യമുണ്ട്, നമ്മൾ കുറച്ച് ദിവസം ചോദിച്ച് കിട്ടുന്നില്ല, നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും, അടുത്ത വഴി നമ്മൾ നോക്കാറുണ്ട്, അല്ലേ? ഞാൻ ഉൾപ്പെടെ ആയിരുന്നാലും ആരായിരുന്നാലും കുറച്ച് ദിവസങ്ങളിലൊക്കെ അങ്ങനെ, ഞാൻ മുമ്പ് അങ്ങനെ ആയിരുന്നു. പക്ഷേ എന്നെ ദൈവം തീയിൽ ഊതിക്കഴിച്ച പൊന്നുപോലെ എന്നെ ദൈവം വിശ്വാസത്തിൽ ഞാൻ പറയാറുണ്ട്, ക്യാൻസർ വന്നത് എനിക്ക് നന്നായെന്ന്. കാരണം എനിക്ക് കർത്താവിനോടൊപ്പം കൂടുതൽ അടുക്കുവാനായിട്ട് സാധിച്ചു, എനിക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുവാനായി സാധിച്ചു. മുമ്പൊക്കെ എനിക്ക് പിണക്കം വന്നു കഴിഞ്ഞാൽ ആരുടെങ്കിലും പിന്നെ മിണ്ടുന്നതിനൊക്കെ ഒരു ഷൈനസ് ഉണ്ടായിരുന്നു, എങ്ങനെ മിണ്ടും എന്നൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നേടാൻ സാധിക്കുന്നത് നല്ല നല്ല സ്നേഹബന്ധങ്ങളാണ്. അപ്പോൾ ആരുടെടുത്തും വിദ്വേഷത്തോടും വെറുപ്പോടും പെരുമാറിയിട്ട്, അല്ലെങ്കിൽ ഈ പിണക്കങ്ങൾ നമ്മളിങ്ങനെ കാത്തു സൂക്ഷിച്ചിട്ടൊന്നും ഒരു കാര്യവും ഈ ലോകത്തൊന്നും നേടാൻ പറ്റില്ല നമുക്ക് ഈ പിണക്കങ്ങൾ. അതേസമയം നമ്മളെല്ലാവരോടും സ്നേഹത്തോട് പെരുമാറുകയാണെങ്കിൽ തീർച്ചയായും നാം അനുഭവിച്ച ദൈവസ്നേഹം മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, അവരുടെ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായി നാം തീരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഈ സ്നേഹിതൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയായിരുന്നു. നമ്മളൊക്കെ കുറച്ച് ദിവസം പ്രാർത്ഥിക്കും, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ചിലവരെങ്കിലും ഈ ഉപമയിൽ ചിന്തിക്കും, നേരത്തെ പറഞ്ഞല്ലോ, ഈ വീട്ടിലെ സ്നേഹിതൻ കർത്താവാണ്, വെളിയിൽ നിന്ന് വന്ന് ചോദിച്ച സ്നേഹിതൻ നാമുവാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഉറങ്ങുന്ന സ്നേഹിതനായിരിക്കും കർത്താവെന്ന് ചിന്തിച്ച 1-2 പേരെങ്കിലും കാണും. പക്ഷേ ഇവിടെ നമ്മുടെ കർത്താവ് ഉറങ്ങുന്ന സ്നേഹിതനല്ല. എന്തുകൊണ്ട് പിന്നെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന നിരന്തരമായ പ്രാർത്ഥന അല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ കുറച്ച് ദിവസം ചോദിക്കും, കിട്ടിയില്ലെങ്കിൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തത്. ഞാൻ എൻ്റെ ഈ ഒരു റാങ്കിന് വേണ്ടി പ്രാർത്ഥിച്ചത് 1-2 ദിവസം മാത്രമല്ല, 2 വർഷമാണ്. ഫസ്റ്റ് സെം റിസൾട്ട് വന്നപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി 3rd പൊസിഷനിലായിരുന്നു. സെക്കൻഡ് സെമ്മിലും 3rd സെമ്മിലും റിസൾട്ട് വന്നപ്പോൾ ഞാൻ 1ാം സ്ഥാനത്തായി. ആ 2 സെമ്മിലെയും മാർക്ക് കണ്ടിട്ട് പലരും ചോദിച്ചു, ഇത്രയും മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റിയെന്ന്. എനിക്ക് 446 മാർക്കായിരുന്നു 2 സെമ്മിലും. പക്ഷെ ഇന്ന് എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോഴും എനിക്കും ഒരു അത്ഭുതമാണ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ്. ഇവിടെ എത്ര മക്കളുണ്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാമോ അല്ലെങ്കിൽ നമ്മുടെ ബോർഡ് എക്സാംസോ എഴുതിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, നല്ല മാർക്ക് കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കർത്താവെ എൻ്റെ പേപ്പർ വാല്യൂ ചെയ്യുന്ന അധ്യാപകനോട് അങ്ങ് ഇടപെടണമേ എന്ന് മക്കൾ പ്രാർത്ഥിക്കണം. എങ്കിൽ തീർച്ചയായും ആ തിരുത്തുന്ന അധ്യാപകനോട് ദൈവം സംസാരിക്കും, ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. നാം അർഹിക്കുന്ന മാർക്ക് അതിനേക്കാൾ ഉപരിയായി കർത്താവ് മാനിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് നാം കേട്ട ഈ ഉപമയിലൂടെ 3 കാര്യങ്ങൾ, പ്രാർത്ഥനയുടെ 3 അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചു. പഠിച്ചു എന്നുള്ള വാക്ക് അറിയാതെ വന്നു പോയതാണ്, ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ധൈര്യസമേതം ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കണം. 2ാമതായി സമയപരിധികളില്ലാതെ പ്രാർത്ഥിക്കണം. 3ാമതായി നിരന്തരമായ പ്രാർത്ഥന. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ 3 പ്രായോഗിക സത്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നുണ്ട്. യാചിക്കുക എന്നാൽ ലഭിക്കും, അന്വേഷിക്കുവിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. അപ്പോൾ ഈ യാചിക്കുക, അന്വേഷിക്കുക, മുട്ടുക, അതിനെ നമുക്ക് ഈ ഹൈറാർക്കിക്കൽ ഓർഡറിൽ എഴുതുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുമ്പോൾ യാചിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ചോദിക്കും പോലെയാണ് യാചിക്കുക. അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്തണം. ആ മനസ്സിൽ ആ ഒരു കുറച്ചുകൂടി നമ്മളിൽ ഒരു ഇൻറ്റൻഷനുണ്ട്, എനിക്കതിൻ്റെ ആൻസർ വേണം എന്ന് നാം ചിന്തിക്കുന്നതാണ് അന്വേഷിക്കുക. മുട്ടുക എന്ന് പറഞ്ഞാൽ മുട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തുറന്നേ തീരൂ. അപ്പോൾ ആ ഒരു 3 രീതി. അപ്പോൾ നാം സ്വയം ഒന്ന് ശോധന കഴിച്ച് നോക്കണം. നമ്മുടെ പ്രാർത്ഥന എപ്രകാരമാണ്? വെറും യാചന മാത്രമാണോ, അന്വേഷണമാണോ, അതോ മുട്ടുന്നതാണോ? നമ്മുടെ പ്രാർത്ഥനയെ ആ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രായം മുതൽ തന്നെ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. JB വാട്സൺ എന്ന് പറയുന്ന ഒരു ബിഹേവിയറിസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വ്യവഹാരവാദം അതിൻ്റെ ഒരു പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, സൈക്കോളജിസ്റ്റ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കുട്ടികൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ പുതിയൊരു സ്ലേറ്റ് പോലെയാണ്. ഒരു പുതിയ സ്ലേറ്റിൽ നമ്മൾ എന്ത് എഴുതി പിടിപ്പിക്കുന്നു അതിൻ്റെ ഒരു പാട് അവിടെ കാണാറുണ്ട് അല്ലേ? എത്ര മാച്ചാലും അതിൻ്റെ ഒരു ഇത് അതിനകത്തുണ്ടായിരിക്കും പുതിയ സ്ലേറ്റിൽ. അതുപോലെ അദ്ദേഹം പറഞ്ഞത്, കുട്ടികൾ ഇതുപോലത്തെ ഒരു പ്ലെയിൻ സ്ലേറ്റാണ്, നിങ്ങൾ അവരെ എൻ്റെ അടുത്ത് തരൂ. ഡോക്ടർ ആക്കണമെങ്കിൽ ഞാൻ അവനെ ഡോക്ടറാക്കാം, എഞ്ചിനീയർ ആക്കണമെങ്കിൽ എഞ്ചിനീയർ ആക്കാം, അല്ലേ, പ്രൊഫസർ ആക്കണമെങ്കിൽ പ്രൊഫസർ ആക്കാം, IAS കാരനാക്കണമെങ്കിൽ IAS കാരനാക്കാം, ഇല്ലെങ്കിൽ കള്ളനാക്കണമെങ്കിൽ കള്ളനും ആക്കാം. അപ്പം അതുപോലെ ഒഴിഞ്ഞ സ്ലേറ്റുകളായിട്ട് നമ്മുടെ കയ്യിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ലഭിക്കുമ്പോൾ നാം അവരെ പ്രാർത്ഥനാശീലമുള്ളവരാക്കി, ഏത് പ്രതിസന്ധി വന്നാലും നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എനിക്കും നിൻ്റെ പിതാവിനും അല്ലെങ്കിൽ നിൻ്റെ മാതാവിനും മുമ്പേ നിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് പ്രാർത്ഥനയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും ഒരു പ്രഹസനം മാത്രമല്ല, അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ നാം കർത്താവിനോട് നടത്തുന്ന ഒരു യാചന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ്, ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അതല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന അത് ചേർന്ന ഒരു കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഡെയിലി റൊട്ടീനാക്കി മാറ്റണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായി പ്രാർത്ഥനയെ മാറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യുവാനും, ജീവിതത്തിൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവ് നാം വിചാരിക്കുന്നതിലും ചിന്തിക്കുന്നതിനും ഉപരിയായി വാലല്ല തലയാക്കുക തന്നെ ചെയ്യും. അപ്രകാരം പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നന്ദി. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ ഈ ദിവസം, ഈ ക്രിസ്തീയ വിദ്യാഭ്യാസ വാരത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ അനുഭവത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും പ്രാർത്ഥനയുടെ പ്രാധാന്യവും പ്രാർത്ഥനയിലൂടെ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, വിജയങ്ങൾ നേടിയെടുത്തതിൻ്റെ സാക്ഷ്യവും നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. ഈ കേട്ട വചനങ്ങളും സാക്ഷ്യങ്ങളും നമ്മുടെ എല്ലാ
ജീവിതങ്ങൾക്കും കൂടുതൽ പ്രചോദനമാകുവാൻ, നമ്മുടെ വിശ്വാസ ജീവിതം കൂടുതൽ ബലപ്പെടുവാൻ, ശക്തിപ്പെടുവാൻ, കൂടുതൽ നന്മകളും അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്ന് നേടിയെടുക്കുവാൻ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നാവശ്യമായ സന്ദേശം നൽകിയ ശ്രീമതി ഋതു അലക്സിനും കുടുംബത്തിനും ഇടവകയുടെ പേരിലും സഭാ കമ്മിറ്റിയുടെയും ജനത്തിൻ്റെയും സൺഡേ സ്കൂളിൻ്റെയും പേരിലുള്ള പ്രത്യേകമായ നന്ദി ഇസ്മയെ അറിയിക്കുന്നു. ദൈവം അവരുടെ ജീവിതത്തെ തുടർന്നും അനുഗ്രഹിക്കട്ടെ, ആഗ്രഹിക്കുന്ന തലങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ക്രിസ്തീയ വിദ്യാഭ്യാസ വാരത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു പ്രത്യേക ഭവനാരാധന ഇന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശ്രീ സബീഷ് കുമാർ VS പുള്ളിയിൽ വീട്, ആ ഭവനത്തിൽ വെച്ച് പ്രത്യേക ഭവനാരാധന ക്രമീകരിച്ചിട്ടുണ്ട്. ഭവനാരാധനയിലും നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടി സഹകരണം ഉണ്ടാകണം എന്ന് അറിയിക്കുന്നു. ഇപ്പോൾ 500-ാമത്തെ ഗാനം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റെന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയോടും ആശീർവാദത്തോടും നമുക്ക് പിരിയാം. പ്രാർത്ഥിക്കാം. സഭയുടെ നാഥനും പരിപാലകനുമായിരിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ ദിവസത്തെ ഓർത്തും ആരാധനയെ ഓർത്തും ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ഞങ്ങളെ തന്നെ നവീകരിക്കുവാൻ, ഞങ്ങളെ തന്നെ പുതുക്കുവാൻ, ദൈവസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയുടെ വിവിധ അർത്ഥതലങ്ങളെയും പ്രാധാന്യത്തെയും കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഈ ആരാധന അവിടുന്ന് മുഖാന്തരമാക്കിയ കൃപയോർത്ത് സ്തോത്രം. അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന, കരുതുന്ന, അനുഗ്രഹിക്കുന്ന ദൈവമായിരിക്കൽ സ്തോത്രം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ, കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ദൈവാശ്രയത്തിൽ മുന്നേറുവാൻ അവിടുന്ന് ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് സാക്ഷ്യത്തിലൂടെ ഇന്നത്തെ വചന സന്ദേശത്തിന് നേതൃത്വം നൽകിയ പ്രിയ സഹോദരിക്കായിട്ട് സ്തോത്രം. ലഭിച്ചു എന്നുള്ള ഉറപ്പോടുകൂടെ പ്രാർത്ഥിക്കുവാനും വിശ്വസിക്കുവാനും അവിടുന്ന് സഹായിച്ചുവല്ലോ. അവിടുത്തെ വചനപ്രകാരം അവിടുന്ന് അനുഗ്രഹിച്ച് നൽകിയ വിജയത്തെ ഓർത്ത് സ്തോത്രം. തുടർന്നുള്ള ജീവിതത്തിൽ, പഠനത്തിൽ, ഭാവിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം പകരണമേ. ഉന്നത ഔദ്യോഗിക ജീവിതങ്ങൾ ലഭിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായിട്ട് സ്തോത്രം. പ്രിയ സഹോദരനെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രിയ മകനെ ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ കൃപകളും നന്മകളും പ്രാപിച്ച് ജീവിപ്പാൻ സഹായിക്കണം. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു.
വേദനയുടെയും പ്രയാസങ്ങളുടെയും നിരാശകളുടെയൊക്കെ മധ്യത്തിൽ നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യത്തോടെ മുന്നേറുവാൻ അവിടുന്ന് ശക്തീകരിച്ചുവല്ലോ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തുടർന്നും എല്ലാ പ്രിയമക്കളുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനവും സാക്ഷ്യവും ഞങ്ങളുടെ വിശ്വാസ ജീവിതവും ബലപ്പെടുന്നതിന് അവിടുന്ന് മുഖാന്തരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോടുകൂടെ ലജ്ജയില്ലാതെ ഇടപെടാതെ നിരന്തരം പ്രാർത്ഥിക്കുവാൻ, ദൈവകൃപയാൽ നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ക്രിസ്തീയ വിദ്യാഭ്യാസ വാര പ്രവർത്തനങ്ങൾക്കായി, സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്തോത്രം. തിരുവചനത്തിൽ അടിയുറച്ച് വളരുവാൻ എല്ലാ പ്രിയമക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് മുഖാന്തരമാകുന്ന സൺഡേ സ്കൂളിനായിട്ട് സ്തോത്രം. നേതൃത്വം നൽകുന്നവരെയും എൻ്റെ അധ്യാപകരെയും ക്ലാസ്സുകളെയും എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപാ സാന്നിധ്യം അവിടുന്ന് പകരണമേ. നവംബർ മാസം ഒരു പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ നാളെ മുതൽ പ്രവേശിക്കുകയാണല്ലോ. പുതിയ മാസത്തെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. ഞങ്ങളുടെ സഭയെ തന്നെ നവീകരിക്കുന്ന ഒരു കാലഘട്ടമാക്കി അവിടുന്ന് ഇതിനെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ്യ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കുന്ന സഭാവാർഷിക കൺവെൻഷൻ ആരാധനകൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സഭാവാർഷിക സ്തോത്ര ആരാധനയും അകല്ലോ സൺഡേ സ്കൂൾ ദിനത്തെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. ഈ ആരാധനകളിലൂടെ ദൈവത്തെ കൂടുതലായി ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തെ ശബ്ദം ശ്രവിക്കുവാൻ, അവിടുത്തെ നന്മകളാൽ നിറയപ്പെടുവാൻ അവിടുന്ന് മുഖാന്തരമാക്കണമേ. ഞങ്ങൾ എല്ലാവരും ദൈവാലയത്തിൽ വന്ന് ഒരു ജനമായി, ഒരു സഭയായി, സമൂഹമായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഒരുക്കണമേ, കൂട്ടിവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് നൽകണം. എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കണം കർത്താവേ. എല്ലാവരും ദൈവാലയത്തിൽ വന്ന് ആരാധിപ്പാൻ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും തിരുസാന്നിധ്യം പകരണമേ. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹത്തോടെ അയക്കണമേ. ഞങ്ങളുടെ യാത്രകൾ, പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട് തിരുസന്നിധിയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അവിടത്തേക്ക് തരുന്നു. ചോദിച്ചിലധികമായ നന്മകളെ കൊണ്ട് നിറച്ച് അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. ആശീർവാദം വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏകദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.